പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇപ്രകാരമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചാപ്പൽ സർവീസാണ്. ഇന്ന് ആൾക്കാരൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു ജോയിൻ ചെയ്യുന്നത്. എങ്കിലും കടന്നു വരുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച ദൈവവചനം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് വീണ്ടും ഇപ്രകാരം ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നതിനും പ്രാർത്ഥിപ്പാനും ഒക്കെയാണ് ഇന്ന് സമയം വേർതിരിക്കുന്നത്. അത് വളരെ അനുഗ്രഹമായി തീരുവാൻ, ഇന്നത്തെ ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രിയ പാസ്റ്റർ രാജു പി ജോയ് പ്രാർത്ഥിച്ചാരംഭിച്ചാണ്. പാസ്റ്റർ രാജു പി ജോയ്, പ്ലീസ്. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അഗേപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിനോടനുബന്ധിച്ച് ഇന്ന് ഈ വൈകിയ വേളയിലുള്ള ഞങ്ങളുടെ ചാപ്പൽ സർവീസിനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രങ്ങളിലൊക്കെ അവിടുന്ന് ക്ലാസ്സുകളിൽ ഞങ്ങളോട് കൂടെ ഇരുന്നു ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ വചനം വേണ്ടുവണ്ണം ഗ്രഹിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് രാത്രിയിൽ നടക്കുന്ന ചാപ്പൽ സർവീസ് ഏറെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യണമേ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗം കൃപ ചെയ്യണമേ. അത്ഭുതങ്ങളുടെ രാജാവ് അത്യത്ഭുതമായ വിടുതൽ പകർന്ന് ആദരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നു, സഹായിക്കും, ശക്തീകരിക്കും. അരുമരക്ഷകനാകുന്ന യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹത്തോടെ നടന്നു വരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇതിൽ ദൈവവചനം പഠിക്കുവാൻ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും നമ്മുടെ ഈ ചാപ്പൽ സർവീസിലേക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. നേരത്തെ ചാപ്പൽ സർവീസിന് ഏതെങ്കിലും പ്രൊഫഷണൽ സിംഗേഴ്സ് ഒക്കെ പാടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മളത് വെറുതെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ആൾക്കാർ തന്നെ പാടാൻ കഴിവുള്ളവരെയൊക്കെ പാടാനൊക്കെ അവസരം കൊടുക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ദൈവദാസന്മാരെല്ലാം ഇന്ന് അമേരിക്കയിൽ PCNAC നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കാഗോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടക്കുന്നത്. അങ്ങോട്ട് എല്ലാവരും പോയിരിക്കുക. നമ്മുടെ ദൈവദാസന്മാരൊക്കെ ആ സ്ഥലത്താണ്. എങ്കിലും നമുക്ക് കുറച്ചു പേരായി ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ചാപ്പൽ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ സ്റ്റുഡൻസിന് ഒക്കെ ജോയിൻ ചെയ്യുവാനും അവർക്ക് അവരുടെ പാട്ടുകളും അവരുടെ അനുഭവങ്ങളൊക്കെ പറയുവാനുള്ള അവസരമാണ്. അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രത്യേകാൽ ഇന്ന് നമ്മുടെ നിങ്ങളൊക്കെ അറിയുമായിരിക്കും പാസ്റ്റർ ജെയിംസ് ജോൺ, അദ്ദേഹം നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. അദ്ദേഹം ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിലായിരിക്കാം എല്ലാവരും അറിയുന്നത്. എങ്കിലും അദ്ദേഹം ഒരു നല്ല ദൈവദാസൻ കൂടെയാണ്. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ദൈവവചനം സംസാരിക്കും. നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ആരെങ്കിലും പാടാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ പാട്ട് പാടുന്ന അനുഗ്രഹമായിരിക്കും. പ്രിൻസി പാടുമോ? ഓക്കെ. ദൈവം, ഞാൻ ആരും പാടാനില്ലെങ്കിൽ ഞാനൊരു പാട്ട് പാടുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏതാനും അല്ല, ഈ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ചർച്ച് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. പാടുന്നു? ആരാ പാടുന്നേ? ഫ്രണ്ട്സ് പാടുന്നോ? ഓക്കെ, പാട്. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു പാട്ട് പാടാം. പഴയൊരു പാട്ട്. കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത്, ആ
ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്. എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്. എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്. പ്രാർത്ഥന കേൾക്കും അനുഗ്രഹമരുളും ദാനങ്ങളാരുടേത്. കാൽവരി മലയിൽ നിന്നും ഒഴുകി വരും രുതിരത്തിൻ രോദനമാരുടേത്. എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്. എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്. കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത്. കരകവിഞ്ഞൊഴുകും കരുണയിൻ കരങ്ങൾ ഭൂമിയിലാരുടേത്. ആകുലമാം ലോകത്തിൽ അനുദിനവും ശാന്തി തരും ചൈതന്യമാരുടേത്. എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്. എൻ മനമേ നീ പറയൂ, നിന്റെ ജീവന്റെ ജീവനേത്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ഞാൻ ഒരു പാട്ടിൻ്റെ 2 വരികൾ പാടാം. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ ദോഹയിൽ, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു, ഞാൻ ദോഹയിലാണ്. ഞങ്ങളുടെ സഭ ഒരു പ്രാവശ്യം ഇവിടെ റെയ്ഡ് നടത്തപ്പെട്ടു. ചില പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങളുടെ സഭയിൽ നിന്ന് കുറച്ചു പേരെ ജയിലിലൊക്കെ അടച്ചു. ഞങ്ങളുടെ ഒരു സഹോദരൻ ഏകദേശം 3 മാസത്തോളം അപ്രകാരമായി തീർന്നു. വളരെ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലൂടെ കടന്നുപോയ സമയത്ത് ദൈവാത്മാവ് തന്ന ഒരു ഗാനം ഞാൻ എഴുതുവാൻ ഇടയായി തീർന്നു. അത് നമ്മുടെ ഷാജൻ പാറക്കടവിലാണ് ട്യൂൺ ചെയ്ത്, തൻ്റെ വൈഫും സഹോദരനും ഒക്കെയാണ് അത് പാടിയത്. അതിൻ്റെ 2 ലൈനുകൾ ഞാൻ പാടാം. പ്രൈസ് ദി ലോർഡ്. സങ്കട നേരങ്ങളിൽ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. വൻകടം മാറ്റിയവൻ സന്തോഷത്താൽ നിറയ്ക്കും. സങ്കട നേരങ്ങളിൽ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. വൻകടം മാറ്റിയവൻ സന്തോഷത്താൽ നിറയ്ക്കും. ഇനിയൊന്നും ഭയപ്പെടില്ല ഞാൻ, കർത്താവൻ മുൻപിലുണ്ട്. ഇനിയൊന്നും ഭയപ്പെടില്ല ഞാൻ, കർത്താവൻ മുൻപിലുണ്ട്. ആയുധം ഫലിക്കയില്ല, മുൻപിൽ സൈന്യമായി സാധനുണ്ട്. ആയുധം ഫലിക്കയില്ല, മുൻപിൽ സാധനുണ്ട്. ചെങ്കടൽ ഉയർന്നാലും കൽപ്പിക്കാൻ മുൻപിലവൻ. വൻതിരമാലകളിൽ പിൻപാത ഒരുക്കുമവൻ. ഉയർന്നാലും കൽപ്പിക്കാൻ മുൻപിലവൻ. വൻതിരമാലകളിൽ പിൻപാത ഒരുക്കുമവൻ. ഇനിയൊന്നും ഭയപ്പെടില്ല ഞാൻ, കർത്താവൻ മുൻപിലുണ്ട്. ഇനിയൊന്നും ഭയപ്പെടില്ല ഞാൻ, കർത്താവൻ മുൻപിലുണ്ട്. ആയുധം ഫലിക്കയില്ല, മുമ്പിൽ സൈന്യമായി നാഥനുണ്ട്. ആയുധം ഫലിക്കയില്ല, മുൻപിൽ നാഥനുണ്ട്. എരിഹോ വന്മതിലും സിംഹത്തിൻ കുഴിയതിലും
അഗ്നിയിൻ ശോധനയിൽ നാലാമനായി വരും. എരിഹോ വന്മതിലും സിംഹത്തിൻ കുഴിയതിലും. അഗ്നിയിൻ ശോധനയിൽ നാലാമനായി വരും. ഇനി ഒന്നും ഭയപ്പെടില്ല ഞാൻ, കർത്താവൻ മുൻപിലുണ്ട്. ഇനി ഒന്നും ഭയപ്പെടില്ല ഞാൻ, കർത്താവൻ മുൻപിലുണ്ട്. ആയുധം ഫലിക്കയില്ല, മുന്നിൽ സൈന്യമായി നാഥനുണ്ട്. ആയുധം ഫലിക്കയില്ല, മുൻപിൽ സൈന്യമായി നാഥനുണ്ട്. അഗ്നീനഭിഷേകത്താ എന്നെ നിറയ്ക്കുന്ന ദൈവം അവൻ. ഉലോകത്തിൻ സാക്ഷിയായി എന്നെ അയക്കുന്ന ദൈവം അവൻ. അഗ്നീനഭിഷേകത്താ എന്നെ നിറയ്ക്കുന്ന ദൈവം അവൻ. ഉലോകത്തിൻ സാക്ഷിയായി എന്നെ അയക്കുന്ന ദൈവം അവൻ. ഇനി ഒന്നും ഭയപ്പെടില്ല ഞാൻ, കർത്താവൻ മുൻപിലുണ്ട്. ഇനി ഒന്നും ഭയപ്പെടില്ല ഞാൻ, കർത്താവൻ മുൻപിലുണ്ട്. ആയുധം ഫലിക്കയില്ല, മുന്നിൽ സൈന്യമായി നാഥനുണ്ട്. ആയുധം ഫലിക്കയില്ല, മുൻപിൽ നാഥനായി നാഥനുണ്ട്. സങ്കട നേരങ്ങളിൽ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. വൻകടം മാറ്റിയവൻ സന്തോഷത്താൽ നിറയ്ക്കും. സങ്കട നേരങ്ങളിൽ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. വൻകടം മാറ്റിയവൻ സന്തോഷത്താൽ നിറയ്ക്കും. ഇനി ഒന്നും ഭയപ്പെടില്ല ഞാൻ, കർത്താവൻ മുൻപിലുണ്ട്. ഇനി ഒന്നും ഭയപ്പെടില്ല ഞാൻ, കർത്താവൻ മുൻപിലുണ്ട്. ആയുധം ഫലിക്കയില്ല, സൈന്യമായി നാഥനുണ്ട്. ആയുധം ഫലിക്കയില്ല, മുന്നിൽ സൈന്യമായി നാഥനുണ്ട്. സങ്കട നേരങ്ങളിൽ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. വൻകടം മാറ്റിയവൻ സന്തോഷത്താൽ നിറയ്ക്കും. സങ്കട നേരങ്ങളിൽ എൻ്റെ കർത്താവ് കൂടെയുണ്ട്. വൻകടം മാറ്റിയവൻ സന്തോഷത്താൽ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഗാനം പാടുവാൻ ദൈവം എന്നെ സഹായിച്ചു, എഴുതുവാൻ. അത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് തുടർന്ന് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാനുള്ള സമയമുണ്ട്. ഒരു പ്രിയ സഹോദരി, പ്രിയ സിസ്റ്റർ ഷേർലി ലൂയിസ് പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ശേഷം, ഒരു അല്പസമയത്തിന് ശേഷം ആ പ്രിയ സഹോദരി പാട്ട് പാടുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ പരിചയപ്പെടുത്തുവാൻ പ്രിയ സിസ്റ്റർ സിന്ധു ഒന്ന് പരിചയപ്പെടുത്താം, തന്റെ അനുഭവം പറയാമെന്ന് പറഞ്ഞു. പ്രിയ സിന്ധു പറഞ്ഞാട്ടെ. വി സദാനന്ദൻ, പ്രിയ സിന്ധു വി സദാനന്ദൻ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞിട്ടെ സിസ്റ്ററെ. പറഞ്ഞാട്ടെ. തോന്നല്ലേ? അയ്യോ, കേക്കാവോ പാസ്റ്ററെ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേക്കാം പറഞ്ഞു. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് സിന്ധു എന്നാണ്, സിന്ധു വി സദാനന്ദൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ഞാനൊരു ഹിന്ദി ടീച്ചറായിരുന്നു. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരുപാട് വിഷമങ്ങളും, നമുക്ക് ഹൈന്ദവ പശ്ചാത്തലത്തിലാകുമ്പോൾ നമുക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, എന്താ പ്രാർത്ഥിക്കുന്നു ഒന്നും അറിയത്തില്ല. ആ കഴിഞ്ഞതാണ്, ജോലി കിട്ടിയിട്ടില്ല, വിവാഹം നടന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തില് ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നൊക്കെയുള്ള ആ ചിന്ത വന്ന സമയത്താണ് കർത്താവിനെ കണ്ടതും ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചതും. അതിനുശേഷം നാട്ടിലൊക്കെ വലിയ പ്രശ്നങ്ങളായി, വീട്ടിൽ പ്രശ്നങ്ങളായി. അന്നേരം
പിന്നെ ഗ്രേസ് ബൈബിൾ കോളേജിൽ ഞാൻ 1 വർഷം BTH പഠിക്കാനായിട്ട് പോയി. എന്തുവാ പഠിക്കാൻ പോകുന്നൊന്നും അറിയത്തില്ലെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ബൈബിൾ കോളേജ് തന്നെ വിട്ടു. സഭക്കാർ വിട്ടതാണ്, വീട്ടുകാരല്ല വിട്ടത്. അവിടെ ചെന്നു 1 വർഷം അവിടെ BTH പഠിച്ചു. അതിന് മുമ്പ് ഇവിടുന്ന് സ്നാനപ്പെടുത്തിയിട്ടാണ് വിട്ടത്. പക്ഷെ കർത്താവ് ആരാന്നോ എന്തിനാ സ്നാനമെന്നോ ഒന്നും അറിയാതെ എന്നെ സ്നാനപ്പെടുത്തി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് സ്നാനം എന്തിനാന്നുള്ളത് അറിഞ്ഞതും. പിന്നെ അവിടുന്ന് വെക്കേഷന് ഞാൻ തിരികെ വന്നപ്പം സെക്കുലർ സ്റ്റഡി MA ആയതുകൊണ്ട് ഇവിടെ എന്നെ അയച്ച പാസ്റ്റർ എന്നെ കൊണ്ട് MDവിന് പായപ്പാട്ട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ MDവിന് ചേർത്തു. അവിടെ വന്നപ്പോഴും ഒന്നും അറിയത്തില്ല, ബൈബിളും അറിയത്തില്ല, യേശുവിനെ ശരിക്കറിയത്തില്ല, യഹോവ ആരാ, ഇതൊന്നും എനിക്ക് വ്യക്തമല്ല. എങ്കിലും 2 വർഷം MDiv അവിടെ പഠിച്ചു. അതിനുശേഷം വിവാഹം കഴിഞ്ഞ് ബാംഗ്ലൂരേക്ക് പോവുകയായിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ ഇവിടെ വന്നു. 2017 തിരികെ കുടുംബമായിട്ട് തന്നെ വന്നു. ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, മക്കളില്ല. പിന്നെ ഹസ്ബൻഡ് വർക്കിനോട് അനുബന്ധിച്ച് തിരികെ പോയിരിക്കുകയാണ്. ഞാനിപ്പം ഒറ്റയ്ക്കാണ് വീട്ടില്. പിന്നെ എനിക്ക് 2 പട്ടികളൊക്കെ ഉള്ളൂ, അല്ലാതെ ആരും കൂടെ ഇല്ല. കർത്താവുണ്ട്. ദൈവത്തിന് ആശ്രയം വെച്ച് ദൈവം എന്നെ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഒട്ടും ഭയമില്ലാതെ ഈ ഭവനത്തിലും, ഇതൊക്കെ ഒരു വനപ്രദേശം പോലെയൊക്കെയാണ്, എങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു. കർത്താവിനെ നടത്തുന്നു. എൻ്റെ സ്ഥലം ചാലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ആർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. മല്ലപ്പള്ളി റാന്നി റൂട്ടിന്റെ ഇടയ്ക്ക് മൊത്തം നടുക്കായിട്ട് വരും. എൻ്റെ ഈ സ്ഥലത്തുനിന്നും മല്ലപ്പള്ളിക്കും 20 രൂപ പോയിന്റ്, റാന്നിക്കും 20 രൂപ പോയിന്റ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്താണ്. പിന്നെ ഓമന വർഗീസ് എന്ന് പറയുന്ന ആന്റിയാണ് എന്നെ ഇതില് പരിചയപ്പെടുത്തിയത്. അതിന് മുമ്പ് സിജിൻ ബ്രദർ എന്നോട് ചോദിച്ചു, ബൈബിൾ ക്ലാസ് പഠിക്കുന്നോ? ഞാൻ പറഞ്ഞു, ഇത്ര പ്രായമൊക്കെ ആയല്ലേ, ഇനിയിപ്പോ ഒന്നും തലയിലൊന്നും നിൽക്കുകയില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഓമന ആന്റി ചോദിച്ചു, ബൈബിൾ ക്ലാസ്സിന് പോകാം. ഞാൻ പറഞ്ഞു, എന്നാ പോയേക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എങ്ങും പോകണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി. അങ്ങനെ ഓൺലൈനിൽ ഞാൻ ചേരാൻ ദൈവം സഹായിച്ചു. എനിക്ക് അറിയത്തില്ല ഇത് എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. ദൈവത്തിൽ ആശ്രയം വെച്ച് പോവുകയാണ്. ഒറ്റയ്ക്കുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിനും തന്നെ പോകണം. രാത്രിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് വീഡിയോ ഓഫ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. എങ്കിലും ദൈവം നടത്തുന്നത് പോലെ ആയിരിക്കട്ടെ. ദൈവം എല്ലാവരെ സഹായിക്കുമാറാകട്ടെ. ഇത്ര സമയം തന്ന ദേവദാസനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. പ്രിയ ആന്റിയുടെ നല്ല വാക്കുകൾക്കായി നന്ദി. പറഞ്ഞാട്ടെ പാസ്റ്ററെ. ഞാൻ ഇപ്പം ഷിക്കാഗോയിലാണ്. ഇവിടെ PCNAC നടന്നുകൊണ്ടിരിക്കുക, പെന്തക്കോസ്റ്റൽ കോൺഫറൻസ്. ഞാൻ ഇടയ്ക്ക് ഒരു ബ്രേക്കിന് റൂമിലോട്ട് വന്നപ്പോൾ നമ്മുടെ ചാപ്പൽ സർവീസിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. നിങ്ങളെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഉടനെ തിരിച്ചു പോകണം. കോൺഫറൻസ് നന്നായി നടക്കുന്നു. തീം ജനറേഷൻ ടു ജനറേഷൻ, തലമുറ തലമുറയായി കർത്താവ് നമ്മുടെ സങ്കേതമാണ്. അപ്പം നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ, സേവിക്കുമ്പോൾ ഒരു തലമുറ ദൈവത്തെ ആരാധിക്കുന്നത് മറ്റൊരു തലമുറയ്ക്ക് അത് അനുഗ്രഹമാണ്. അപ്പോൾ ഇത്രയും നിങ്ങളെ കാണാൻ സന്തോഷം. പാസ്റ്റർ ലാലുവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പാസ്റ്ററിന്റെ പാട്ട് ഞാൻ കേട്ടു. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. നമ്മുടെ ചാപ്പൽ സർവീസിൽ ആൾക്കാർ കുറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സഹപ്രവർത്തകരെയൊക്കെ വിളിച്ച് പറയണമെന്ന്, എൻകറേജ് ചെയ്യണം എല്ലാവരും ചാപ്പൽ സർവീസിൽ കയറണമെന്ന്. അപ്പൊ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങളും പാട്ടുകളും ഒക്കെ അനുഗ്രഹമായി നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. പെട്ടെന്ന് ഓടി വന്ന ഒരു എൻകറേജ്മെന്റ് സാക്ഷിയൊക്കെ വാക്കുകളൊക്കെ പറഞ്ഞതിന് നന്ദി. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഇപ്പോൾ പ്രിയ ഷേർലി ലൂയിസ് സിസ്റ്റർ ഒരു പാട്ട് പാടിക്കാട്ടെ. സിസ്റ്റർ ഷേർലി ലൂയിസ്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വേളയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ,
ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല, ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു, ദയ തോന്നി എൻ്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും. നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണെന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓക്കെ പാസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. ഈ പാട്ട് എഴുതിയത് ആരാന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇത് എഴുതിയത് സാംറ്റി മുഖത്തലയാണ്. അദ്ദേഹം എൻ്റെ ഇവിടെ വന്നപ്പോൾ തൻ്റെ ഈ പാട്ട് എഴുതാനുള്ള അനുഭവം എത്ര പേർക്ക് അറിയാം എന്നറിയില്ല. താൻ ബഹ്റിനിൽ ഒരു പാസ്റ്റർ ആയിരിക്കുമ്പോൾ താൻ ഈ വർഷിപ്പിന്, പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഒത്തിരി അവസരം കൊടുക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. താൻ പാട്ടിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദൈവദാസനായിരുന്നു സഭയിൽ പാടാൻ. അപ്പോൾ ഒരു ദൈവദാസൻ വിസിറ്റിംഗ് പാസ്റ്റർ വന്നിട്ട് താൻ പ്രസംഗിച്ചു ഇത്രയും സമയം എന്തിനാണ് പാടാനൊക്കെ സമയം എടുക്കുന്നത്, ദൈവവചനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, എന്തിനാണ് പാടുന്നത്, ഇത്രയും പാട്ടിന് എന്താണ് ഇത്രയും പാടേണ്ട കാര്യം എന്നൊക്കെ ഓർത്ത് പുള്ളി ഒരുമാതിരി കുത്തി പ്രസംഗിച്ചു. അന്ന് താൻ എഴുതിയ പാട്ടാണ് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇനി ആരെങ്കിലും സാക്ഷി പറയാൻ ആഗ്രഹിക്കുന്ന ചുരുക്കമായിട്ട് പറഞ്ഞാട്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ഇതിനു ശേഷം പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരുമിച്ച് ആരെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ട്. എന്റെ പേര് നീന. ഞാൻ പറയുന്നില്ലെന്ന് ഓർത്ത പിന്നെ കുഞ്ഞു പറയാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞങ്ങൾ ഹസ്ബൻഡിന്റെ വീട് എരുമേലിയാ. അപ്പൊ ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഹസ്ബൻഡിന്റെ മാതാവ് ഭയങ്കരമായിട്ടും പ്രകോപിതയാകുകയും ഞങ്ങൾ ഹാളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ ആ സമയത്ത് ചൂല് കൊണ്ട് അടിക്കുകയും ചൂലിട്ട് കുത്തുകയൊക്കെ ചെയ്ത് പിള്ളേർക്കും ഭയങ്കര വിഷമായി പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ ഉള്ളതാണ്, ഞങ്ങളത് കാര്യമാക്കുന്നില്ല. അപ്പം പ്രാർത്ഥിക്കുന്നതിനെല്ലാം ഭയങ്കര എതിരാ. അപ്പൊ അവൻ പറഞ്ഞു അമ്മ പറയുന്നു പറഞ്ഞു. ഞാനാണ് ഇപ്പൊ പറഞ്ഞേന്നേക്ക് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ പറയാം. അപ്പം അതിന്റെ മധ്യ ദൈവം പ്രവർത്തിക്കാൻ ഞങ്ങൾക്കൊരു പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യം വേണം. അതുപോലെ തന്നെ എപ്പോഴും അതിനെപ്പറ്റിയൊക്കെ ആ ഒരു കാര്യത്തിൽ വഴക്കുണ്ടാകുന്നേ. അപ്പൊ അതുകൊണ്ട് പിള്ളേരോടായാലും ഭയങ്കര ഒരു ഇതാ. അപ്പൊ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങൾക്കൊരു ഭവനം വേണം. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കൊള്ളാനൊക്കെ പറയുന്നുണ്ട്. നേരത്തെ പോലെ പറയുന്ന പിന്നെയും അത് പറയാൻ തുടങ്ങി. അപ്പം അവർ പിള്ളേർക്കും ഒരു വിഷമാണ്. മോന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കുഞ്ഞ് LKG-യിലാണ് പഠിക്കുന്നത്. ഹസ്ബൻഡ് ജോലിയായിട്ട് തൃപ്പൂണിത്തുറയാ. അപ്പം അങ്ങനെയപ്പോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. പേര് പറഞ്ഞാട്ടോ. എന്റെ പേര് നീന. വീട് ഈ മദർ എന്ന് പറയുന്ന മദർ ഇൻ ലോ ആണോ അതോ സ്വന്തം അമ്മയോ? അതെ. അല്ല, മദർ ഇൻ ലോയാ. നിങ്ങൾ ഏത് സഭയിലാ? ഹസ്ബൻഡ് നിങ്ങൾ കുടുംബമായിട്ട് ഏത് ചർച്ച അവിടെ എരുമേലിയിൽ? ഇവിടെ ഫിലദൽഫിയ എന്ന് പറയും. ഓക്കെ. കോട്ടയത്തെ ബിബിന്റെ ഒക്കെ ചർച്ചോ? അതല്ല, ഇരവി പേരൂരുള്ള തങ്കച്ചായ. ഓക്കെ. ദൈവം സഹായിക്കട്ടെ. ആ കുടുംബത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആ കുടുംബത്തിന്റെ അവസ്ഥകൾക്കെല്ലാം മാറ്റം കൊടുക്കേണ്ടതിനായിട്ട് വളരെ ആത്മാർത്ഥതയോടെ. ഒരുപക്ഷെ ആ കുഞ്ഞു പറഞ്ഞല്ലോ,
നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് നിർത്താനും പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ദൈവവചനം പഠിക്കുന്നതോടൊപ്പം പ്രൈസ് ദി ലോർഡ് നമ്മൾ മറ്റുള്ളവരെ കൈത്താങ്ങുവാനും സഹായിപ്പാനും ഒക്കെ ദൈവം സഹായിക്കണം. എല്ലാവരും ആ പ്രിയ സഹോദരൻ നിഷ്കളങ്കമായ വിഷയം പറഞ്ഞല്ലോ, ദൈവം തന്നെ സഹായിക്കേണ്ടതിന് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് മനസ്സിൽ പ്രാർത്ഥിച്ചാണ്. ദൈവം ആ വിഷയത്തിന് മറുപടി കൊടുത്ത് സഹായിക്കട്ടെ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന വിലയേറിയതാണ്. ചില വിഷയങ്ങൾക്കൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ ദൈവം മറുപടി തന്ന് കർത്താവ് സഹായിച്ചുവല്ലോ. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ ദോഹയിൽ നിന്നുള്ള പ്രിയ സഹോദരി കൊച്ചുമോൾ ജോർജിന് വേണ്ടി പ്രാർത്ഥിച്ചു. തന്റെ ലൈസൻസ് പുതുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടു. അത് അടുത്ത ദിവസം തന്നെ പുതുക്കി കെട്ടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന വളരെ ആത്മാർത്ഥതയോടെ എല്ലാ ക്ലാസ്സുകളിലും ജോയിൻ ചെയ്യുന്ന പ്രിയ സഹോദരിയാണ് ഫിലദൽഫിയ എന്ന പ്രിയ സിസ്റ്റർ ശോഭ ബെഞ്ചമിൻ. ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടുണ്ട്. തനിക്ക് ചില ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും ദോഷമായി തീരാതെ ദൈവം തന്നെ സഹായിക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ആ പ്രിയ സഹോദരി അടുത്ത ദിവസങ്ങളൊക്കെ ചില ടെസ്റ്റും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ദോഷവും ഉണ്ടാകാതെ വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിക്കുന്ന സേവിക്കുന്ന ആ പ്രിയ സഹോദരിയെ ദൈവം മാനിക്കുകയും സഹായിക്കുകയും ശാരീരികമായ ഒരു അസ്വസ്ഥതകളും വരാതെ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സിസ്റ്റർ ശോഭ 2 വാക്ക് പറയുന്നു. പക്ഷെ ഞാൻ വീട്ടിലില്ല, ഞാൻ വെളിയിലാണ്. പക്ഷെ അത് എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. അതുപോലെ ഇതുപോലെ ജോയിൻ ചെയ്യുവാനും എല്ലാവർക്കും കിട്ടിയതിനായിട്ട് ഒത്തിരി ഒത്തിരി താങ്ക്ഫുൾ ടു ഗോഡ്. അതെനിക്ക് പറയാനുള്ളൂ. ഇത്ര ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിച്ചതിന് അതിയായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ. പ്രൈസ് ദി താങ്ക് യു. ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. ആ പ്രിയ മാതാവ്, ആ പ്രിയ സിസ്റ്റർ ദൈവം സഹായിക്കട്ടെ. വളരെ ആത്മാർത്ഥതയോടെ ഏത് സാഹചര്യത്തിലും നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം കയറുന്ന പ്രിയ സഹോദരിയാണ്. ദൈവം തന്നെ സഹായിക്കട്ടെ. തൻ്റെ ഒരു മകന്റെ വിവാഹം നടക്കേണ്ടതായിട്ടുണ്ട്. അതിലും ദൈവം അത്ഭുതം ചെയ്ത് തക്ക സമയത്ത് തക്ക യോജ്യമായ ഒരു വധുവിനെ, ഒരു കൂട്ടാളിയെ ഒരുക്കി കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഒരു മൂത്ത മകന്റെ വിവാഹം ഈ കഴിഞ്ഞ മാസം നടത്തുവാൻ ഇടയായി തീർന്നു. അതിൽ നമ്മുടെ ഷാജി കെ ഡാനിയൽ പാസ്റ്ററും ജോർജ് വറീസും ഒക്കെ പങ്കെടുത്തിരുന്നു ഡാളസിൽ. കർത്താവ് സഹായിക്കട്ടെ. ഇനി ഒരു മകന്റെ വിവാഹം കൂടെ നടക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം അത്ഭുതകരമായി നടത്തേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും പ്രാർത്ഥനാ വിഷയം പറയുവാനുണ്ടോ? പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാട്ടെ സിസ്റ്റർ ജോളി. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. എന്റെ മോനാണ് UK-ലാ. അവന് പഠിക്കാൻ സ്റ്റഡി വിസയ്ക്ക് പോയതാ. അത് ഈ അടുത്ത മാസം കൂടെ ഉള്ള അവന് വിസയെ. അപ്പൊ അതൊന്ന് പുതുക്കി കിട്ടേണ്ടതിന്, പിന്നെ 2 മക്കള് വിവാഹപ്രായമായ, ഒരാള് വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്നു, ഒരാള് വിവാഹപ്രായമായി നിൽക്കുന്നു. അപ്പൊ 2 പേരുടെ വിവാഹം നടക്കാനും വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. സിസ്റ്ററിന്റെ വീട് എവിടാ? എന്റെ വീട് പന്തളം. ആരായി ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ച ആരാണ്? അത് ഇവിടെ പിന്നെ പേര് ഓർക്കുന്നില്ല, മറന്നുപോയി. ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട്. ഓക്കെ. എത്ര മക്കളാ? 3 മക്കളാണോ? 2 പേരാ പാസ്റ്റർ, 2 മോന്. ഓക്കെ. ആ പ്രിയ സിസ്റ്റർ ജോളി നല്ല പേര് ആണ്. പ്രൈസ് ലോർഡ്. പ്രിയ സിസ്റ്റർക്കായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ലോർഡ്. തന്റെ മക്കളുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുവാൻ, പ്രത്യേകിച്ച് UK-യിലായിരിക്കുന്ന സ്റ്റുഡന്റ് വിസയിലായിരിക്കുന്ന പ്രിയ പൈതലിന് PR ഒക്കെ ലഭിച്ച് ആ ദേശത്ത് തന്നെ സെറ്റിലാകത്തക്ക രീതിയിൽ ദൈവം അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഇനി ആരെങ്കിലും തങ്ങളെ പരിചയപ്പെടുത്തുവാനും സാക്ഷി എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദയവായിട്ട് പറയാനുള്ള അവസരമുണ്ട്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. ഞാൻ അഞ്ജു സാറ. ഞാനൊരു പ്രാർത്ഥനാ വിഷയം പറയാനായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ പിതാവിന്റെ സർജറി കഴിഞ്ഞത് ഞാൻ പറയാനിടയായി. വെള്ളിയാഴ്ച ചെക്കപ്പിന് ചെന്നു. അപ്പം പ്രോസ്റ്റേറ്റിന്റെ സർജറി ചെയ്തപ്പോ ട്യൂബ് അന്ന് മാറ്റാന്നാ പറഞ്ഞു. പക്ഷെ അന്ന് ട്യൂബ് മാറ്റിയിട്ടും അതിൻ്റെതായ യാതൊരു ഇമ്പ്രൂവ്മെന്റും കണ്ടില്ല. അപ്പൊ 10 ദിവസം കൂടെ പിന്നെയും ട്യൂബ് ഇട്ടേക്കുക. 10 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അതിനൊരു കുഴപ്പം കൂടാതെ എല്ലാം നോർമലായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒറ്റകാൽ പ്രിയ സിസ്റ്റർ അഞ്ജു സാറ, ദൈവം തന്നെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ പിതാവിന് ദൈവം പൂർണ്ണമായ ഒരു സൗഖ്യവും ആരോഗ്യം കൊടുക്കേണ്ടതിന്, താനിപ്പം പറഞ്ഞ വിഷയങ്ങളിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്വർഗം തന്നെ സഹായിക്കേണ്ടതിന് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും?
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷൈനി. ഞാൻ വയനാട്ടിൽ നിന്നാണ്. കേൾക്കാമോ? കേക്കാം പറഞ്ഞോട്ടെ. വയനാട്ടിൽ നിന്നാണ്. ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവദാസന്റെ പേര് ജോർജ് കുട്ടി എന്നാണ്. അപ്പൊ ഞങ്ങളുടെ കർത്താവിന്റെ വേല ഒന്ന് വിശാലമായിട്ട് ചില പ്രതിസന്ധികൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. ആ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരാള് സുവിശേഷ വേലയിലാണ്. ഒരാളുടെ വിവാഹം നടക്കാനുണ്ട്. എന്നെ ഈ അഗാപ്പെ ബൈബിൾ കോളേജിലേക്ക് പരിചയപ്പെടുത്തിയത് നമ്മുടെ ഷീജ റോബിനാണ്. പ്രത്യേകം സഹോദരിക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലാ ക്ലാസ്സുകളും വളരെ അനുഗ്രഹമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു മോന്റെ വിവാഹം നടക്കാനുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ജോലിയിലാണ്, കണ്ണൂരാണ്. പേര് ശലോമോൻ. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. പ്രിയ സിസ്റ്റർ ഷൈനി ജോർജ് വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. ദൈവം തന്നെ സഹായിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഏത് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ശുശ്രൂഷിക്കുന്നത്? വയനാട്ടിലെ സ്വതന്ത്ര സഭയാ. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. പ്രിയ പാസ്റ്റർ ജോർജ് കുട്ടി, ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. വയനാട്ടിലെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമാക്കണം, വിശാലത കൊടുക്കണം. തൻ്റെ 4 മക്കളെയും ദൈവം മാനിക്കണം, അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക സുവിശേഷ വേലയിലായിരിക്കുന്ന പ്രിയ പൈതലിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിചയപ്പെടുത്തുവാനുള്ള അവസരമുണ്ട്. അല്പസമയം കൂടെ പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച്, കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾ പൊതുവായി പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതാണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ആ പ്രിയ പൈതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനിയും ആരെങ്കിലും? പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു, അനുഗ്രഹിച്ചു, നടത്തിയ എല്ലാ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആൾക്കാർ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ, ഒരുമിച്ച് ദൈവവചനം പഠിപ്പാൻ ഒക്കെ ദൈവം സഹായിച്ചുവല്ലോ. എല്ലാത്തിനും നന്ദിയുണ്ട്. നിങ്ങൾ പ്രത്യേകാൽ നമ്മുടെ ഈ ബൈബിൾ കോളേജിനോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും എല്ലാം നന്ദിയുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നമുക്ക് നല്ല ദൈവമായി ഇത്രത്തോളം കൂടിയിരുന്നല്ലോ. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ഒരുപക്ഷെ പൊതുവായി പറയുവാൻ കഴിയാത്ത പലവിധമായ സാഹചര്യങ്ങളുള്ള പല പ്രിയപ്പെട്ടവർ കാണും. ദൈവം അവരെ എല്ലാം സ്തോത്രം ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ദോഹയിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നമ്മൾ എല്ലാ കാലവും ഏറ്റവും പ്രതീക്ഷയോടെയും വളരെ സുരക്ഷിതമെന്ന് കരുതുന്ന ഹെൽത്ത് സെക്ടറിലൊക്കെ ഒരു മാസ് ടെർമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നേഴ്സസ് ആണ്, ഈ ഗൾഫ് കൺട്രീസിൽ, പ്രത്യേകിച്ച് ദോഹയിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഷയത്തിലൂടെ കടന്നു പോകുന്നു. അനേക പ്രിയപ്പെട്ടവർക്കും ടെർമിനേഷൻ പേപ്പറുകൾ പെട്ടെന്ന് കിട്ടുന്നു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഞങ്ങളുടെ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വളരെ ഭീതിയിലാണ്, പ്രയാസത്തിലാണ്. ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ വൈഫും ഒരു നേഴ്സാണ്, അങ്ങനെ വർക്ക് ചെയ്യുന്നു. ഞാനും ഒരു ഹെൽത്ത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേക നമ്മുടെ ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ പാസ്റ്റർ PG മാത്യൂസ് താൻ ഒരു കണ്ണിന്റെ ഓപ്പറേഷനാൽ കഴിഞ്ഞ് താൻ വിശ്രമത്തിലാണ്. ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന അനേക ദൈവദാസന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആ പ്രവർത്തനങ്ങളെ എല്ലാം ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. നമ്മളെ പഠിപ്പിക്കുന്ന 5 ദൈവദാസന്മാരെയും നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും പ്രായാർത്ഥികമൊക്കെ ഉള്ളവരാണ്. ദൈവം അവരെ സഹായിക്കണം, ആരോഗ്യം ബലവും കൊടുക്കണം. പാസ്റ്റർ CV ആൻഡ്രൂസിന് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ ഡോക്ടർ സാക് വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കാം.
പാസ്റ്റർ ജോർജ് വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കാം. മാത്യു പി തോമസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഷാജൻ പാറക്കടവലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരെല്ലാം ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, സൂം ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്, മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഹല്ലേലൂയ, ഇതിൽ ജോയിൻ ചെയ്യുന്നവർ, മറ്റുള്ളവരെ ചേർക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പത്തനംതിട്ടയിലുള്ള ബൈബിൾ കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ ശാരീരികമായി സൗഖ്യമില്ലാതിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സണ്ണിച്ചായന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ആരോഗ്യവും ബലവും കൊടുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രിയ ലവ് ആൻറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ സൗഖ്യമില്ലാതിരുന്നു. ദൈവം പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യം കൊടുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ ദോഹയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പാസ്റ്റർ സന്തോഷ് തങ്കച്ചൻ താനും എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, സൗഖ്യമില്ലാതിരിക്കുന്നു. ദൈവം സൗഖ്യമാക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്കാം. ഹല്ലേലൂയ. എരുമേലിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രിയ സഹോദരി, ആ കുടുംബം സ്വസ്ഥതയും സമാധാനവും അനുഭവിപ്പാൻ, പ്രത്യേകാല ആ മാതാവിന് ഒരു മനസാന്തരം കൊടുത്ത് അവർ സ്വസ്ഥമായ ഭവനത്തിൽ താമസിപ്പാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഹല്ലേലൂയ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ഒക്കെ ദൈവം അവസരം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ സ്തോത്രം, പ്രിയ ഹല്ലേലൂയ വയനാട്ടിൽ നിന്ന് പറഞ്ഞ പ്രിയ ഷൈനിക്കായി സ്തോത്രം ചെയ്യാം. ആ കുടുംബത്തെ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. അങ്ങനെ മറ്റു വിഷയങ്ങൾ, പ്രിയ അഞ്ജു സാറയുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരും, പല പ്രിയപ്പെട്ടവർ നോർത്ത് ഇന്ത്യയിൽ ദൈവസഭ നടത്തുന്നവരുണ്ട്. എല്ലാവരും ഒത്തിരി പേര് മാസ്റ്റർമാരുടെ വൈഫും ഒക്കെയാണ്. അവരുടെ സഭകളെ അവരുടെ പ്രവർത്തനങ്ങളെ എല്ലാം ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ സ്വർഗം മറുപടി കൊടുത്ത് കർത്താവ് മാനിച്ചത് ഓർത്തും സ്തോത്രം ചെയ്യാം. പ്രത്യേകാല ഇതിന്റെ എല്ലാ പ്രവർത്തനവും ദോഹയിലെ ഈ പ്രത്യേക സാഹചര്യം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാം നന്നായി ചെയ്യേണ്ടതിന്, അവൻ സകലതും നന്നായി ചെയ്യേണ്ട ദൈവമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ വളരെ സുരക്ഷിതമെന്ന് കരുതുന്നതൊക്കെ ഹല്ലേലൂയ 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 ദൈവം ഹല്ലേലൂയ കുലുക്കുന്ന സമയമാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനായി, ദൈവത്തിന്റെ നീതി വെളിപ്പെടേണ്ടതിനായി ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ യഥാർത്ഥമായി ഹല്ലേലൂയ പിൻപറ്റുന്നവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഒരിക്കലും ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ദൈവമെല്ലാം നന്നായി ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥന. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം അത്ഭുതവാനാണ്, ദൈവം അത്ഭുതവാനാണ്. ഈ ദിവസങ്ങളിൽ ദൈവസഭയിലേക്ക് എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് പൊതുവായി പറയാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ സ്വർഗം നിങ്ങളെ അറിയുന്നു, ദൈവം നിങ്ങളുടെ അവസ്ഥകൾ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ നീക്കുപോക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, ഹല്ലേലൂയ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഹല്ലേലൂയ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ വിവാഹപ്രായമായ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിപ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രായാർത്ഥികളുള്ള നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, അവരെ എല്ലാം ദൈവം സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവവചനം പഠിക്കുന്നത് എല്ലാം ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കേൾക്കാമോ പാസ്റ്ററെ? കേൾക്കാം. സിസ്റ്റർ അനിത പ്രാർത്ഥിച്ചാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെന്ന് സ്തോത്രം ചെന്ന് കർത്താവേ, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ തിരുവചനത്തെ പഠിക്കുവാൻ കർത്താവെ അനേകർ ദൈവം ഒരുക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം തന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെന്നു അപ്പച്ച. ഇത്രത്തോളം ഹല്ലേലൂയ കർത്താവെ നാഥ, ദൈവദാസന്മാർ ഹല്ലേലൂയ അനേകരെ തിരുവചനം പഠിപ്പിച്ച് ദൈവത്തോട് ചേർക്കുവാൻ ഹല്ലേലൂയ കർത്താവെ ആഗ്രഹിച്ച് നടത്തുന്ന ഈ ഹല്ലേലൂയ കർത്താവെ ബൈബിൾ ക്ലാസ്സിനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, പഠിപ്പിക്കുന്ന എല്ലാ സാർമാർ
എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. നാഥ സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ കർത്താവേ. സ്തോത്രം അപ്പാ. ദൈവത്തിന്റെ തിരുവചന ഹാലലുയ കർത്താവേ. അത് ഹാലലുയ കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഹാലലുയ അപ്പച്ച ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി ഹാലലുയ കർത്താവിനോട് ചേർക്കുവാൻ. സ്തോത്ര ഹാലലുയ. ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ഹാലലുയ കർത്താവേ. പാപബോധം ഉണ്ടാകുവാൻ, പാപത്തെ വിട്ട് ഹാലലുയ കർത്താവേ ആ നിത്യതയെ അവകാശമാക്കുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരും സഹായിക്കുമാറാകണമേ കർത്താവേ. ദൈവദാസൻ പറഞ്ഞതായ വിഷയം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനേക വിഷയങ്ങൾ പറഞ്ഞല്ലോ കർത്താവേ. ദോഹയിലെ വിഷയം പറഞ്ഞല്ലോ കർത്താവേ. സ്തോത്ര ഹാലലൂയ കർത്താവേ. അനേക സഹോദരങ്ങളുടെ ഹാലലുയ ഭാരങ്ങൾ പറഞ്ഞല്ലോ കർത്താവേ. സ്തോത്ര എല്ലാം ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ ദൈവം ഹാലലുയ വിശ്വസ്തനായിരിക്കാ. സ്തോത്രം ചെന്ന് നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം ഹാലലുയ. നീ അറിയാത്തത് അഗോചരവുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് ഹാലലുയ കർത്താവിന്റെ തിരുവചന പ്രകാരം കർത്താവെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം തരാമെന്ന് വാഗ്ദത്തം ചെയ്ത നല്ല കർത്താവ് ഞങ്ങളെ കൂടെയുള്ളതിനായി സ്തോത്രം ചെന്ന് കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഞങ്ങൾ വിശ്വാസത്തോടെ ഹാലലുയ കർത്താവിന്റെ കരങ്ങളിലെ സകല വിഷയങ്ങളെ ഏൽപ്പിക്കുന്ന നാഥാ. എന്റെ ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവെ. സ്തോത്രം കർത്താവെ. ഓരോ വിഷയത്തിന്റെ മേലും ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെന്ന് കർത്താവെ. ഇത്ര നല്ല വിശ്വസ്തനായ ദൈവ ഹാലലുയ കർത്താവെ. സ്തോത്രപ്പാ. ആമേൻ ആമേൻ കർത്താവെ. ഞങ്ങൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ എന്റെ ദൈവ ഹാലലുയ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി വിശ്വസ്തയോടെ ഹാലലുയ കാര്യങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെന്ന് ഹല്ലേലൂയ അപ്പച്ചാ. നാദാ സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവകരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. വിഷയങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു. എന്റെ ദൈവം അത്ഭുതം ചെയ്തതിനായി സ്തോത്ര യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുന്ന നല്ല പിതാവേ. ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി. വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചുവല്ലോ. വീണ്ടും ഈ വിഷയങ്ങളിലൊക്കെ ഓർത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് ഇത്രത്തോളം ദൈവം സഹായിച്ചു. ഞാൻ ഇന്ന് രാവിലെ ദൈവവചനം പഠിച്ചപ്പോൾ എന്നെ ദൈവാത്മാവ് ഓർപ്പിച്ച ഒരു വാക്യം ഞാൻ എൻ്റെ സഭയുടെ ഗ്രൂപ്പിൽ ഈ ഒരു ചിന്ത ഞാൻ ഇടുവാൻ ഇടയായി തീർന്നു. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി അല്പസമയം കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും കരയെയും കുലുക്കും. ഞാൻ സകല ജാതികളുടെയും മനോഹര വസ്തു വെളിപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം സ്വസ്ഥമെന്ന് കരുതുന്നത്, നാം ശാശ്വതമെന്ന് കരുതുന്നതിനെ ഒക്കെ കുലുക്കുന്ന ഒരവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതൊന്നും അത് അന്ത്യമല്ല. കർത്താവ് നമ്മളെ നിയന്ത്രിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ മനോഹര വസ്തു, മനോഹരമായ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഇപ്രകാരം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. ബാബിലോൺ പ്രവാസത്തിലായിരുന്ന സ്തോത്രം ആ ദൈവജനത്തോട് അവരുടെ ആലയമൊക്കെ കണ്ട് നിരുത്സാഹപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു, ഈ കാണുന്നതല്ല അന്ത്യം, ഞാൻ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഇതിനു ശേഷം ഒരു അത്ഭുതമുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പലവിധമായ വിഷയങ്ങൾ, സമ്പദ്ഘടനകൾ മാറുന്നു, എല്ലാം ചെയ്യുന്നു. എങ്കിലും ദൈവം നമ്മളെ ഇത്രത്തോളം സഹായിക്കുകയും നടത്തുകയും ചെയ്യുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇനിയും ദൈവവചന പാസ്റ്റർ ജെയിംസ് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? പ്രൈസ് ലോർഡ്. ഉണ്ട്, ഞാനുണ്ട്. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി നാം ദൈവവചനത്തിന്റെ മുമ്പിലേക്ക് അടുത്തേക്ക് പോവുകയാണ്. വളരെ അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. പാസ്റ്റർ ജെയിംസ് ജോൺ തോന്നിയാമല എന്നാണ് താൻ അറിയപ്പെടുന്നത്. തന്നെ എല്ലാവരും ഒരു നല്ല ഗായകനായിട്ടാണ് അറിയപ്പെടുന്നത്. താൻ ഒത്തിരി കാസറ്റുകളും നമ്മുടെ കുമ്പനാട് കൺവെൻഷനൊക്കെ താനാണ് ലീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി താനൊരു അനുഗ്രഹീതനായ സുവിശേഷകനാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ അനേക വർഷം കർത്താവിന്റെ വേലയിലായിരുന്ന കർത്താവിന്റെ ദാസനാണ്. പല പ്രാവശ്യം ഞങ്ങളോടൊപ്പം ദോഹയിൽ കടന്നു വരികയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിയിലും നമ്മോടൊപ്പം താൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവം തന്നെ സഹായിക്കട്ടെ. നിങ്ങളൊക്കെ അറിയുന്ന ഷാരോനിലെ കർത്താവിന്റെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ VA തോമസിന്റെ സൺ ഇൻ ലോയും കൂടെയാണ് താൻ. കർത്താവ് സഹായിക്കട്ടെ. വളരെ ശക്തമായി കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഷെക്കൈന മ്യൂസിക്സ് അദ്ദേഹത്തിൻ്റെതാണ്. അങ്ങനെ വിവിധ നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി നമുക്ക് ലഭിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പാസ്റ്റർ ജെയിംസ് ജോൺ, പ്ലീസ്. ആമേൻ. സ്തോത്രം.
കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ഇന്ന് രാത്രിയിലെ ഈ ചാപ്പൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും, വിശേഷാൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കർത്തൃദാസൻ പ്രിയ ലാലിച്ചാന്, അതുപോലെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. അതേപോലെ തന്നെ അഗപ്പെ ചർച്ചിന്റെ ഫൗണ്ടറും അതിൻ്റെ പ്രസിഡന്റുമായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ഷാജി ഡാനിയൽ എൻ്റെ ആത്മാർത്ഥ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോടും എനിക്കൊരു കടപ്പാടുകളുണ്ട്. ഇന്ന് രാത്രി ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നും നിഷ്ഫലമായി പോകാതെ ഏകമനസ്സോടും ഐക്യതയോടും മറ്റൊരാളുടെ വിഷയം സ്വന്തം വിഷയം പോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിൻ്റെ പക്കലുള്ള അത്ഭുതങ്ങൾ കുറഞ്ഞു പോയിട്ടില്ല. പലപ്പോഴും ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസം കൊണ്ടും പ്രത്യാശയില്ലായ്മയും കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ഒരിക്കലും അവിശ്വസിക്കേണ്ട കാര്യമില്ല. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. അവൻ അത്യുന്നതനായ ദൈവമാണ്. അവൻ്റെ പക്കൽ അസാധ്യമായതൊന്നുമില്ല. ആ ഒരു വലിയ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ഇങ്ങനെ അടുത്തു വരുവാൻ ലഭിച്ച കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞാൻ കൃപയെന്ന് പറഞ്ഞപ്പോൾ, കൃപ എന്നൊരു പദത്തെ പറ്റി പറഞ്ഞാൽ മണിക്കൂറുകൾ പറയാനുണ്ടെങ്കിലും ചുരുക്കമായി ഞാൻ പഴയ നിയമത്തിൽ നിന്നൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. പുറപ്പാട് പുസ്തകം അത് എടുത്തു വായിക്കേണ്ട, അതല്ല ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രേരണ തന്നതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, മോശയോട് യഹോവയായ ദൈവം ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്. നീ കതിരമരം കൊണ്ട് എനിക്കൊരു പെട്ടകം ഉണ്ടാക്കണം. കതിരമരം കൊണ്ട് അതിന് 2.5 മുഴം നീളം വേണം, 1.5 മുഴം പൊക്കം വേണം, 1.5 മുഴം വീതി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകവും പുറവും തങ്കം കൊണ്ട് പൊതിയണം എന്നൊരു നിബന്ധന കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വിഷയം നാം പഠിച്ചാൽ, ഈ കതിരമരം എന്ന് പറയുന്നത് ഇടതൂർന്ന് ഇരുട്ടുള്ള ഏരിയകളിൽ വനനിബിഡമായി ഇരുണ്ട പ്രദേശത്ത് വളർന്നു വരുന്ന ഒരുതരം മരമാണ് കതിരമരം. അപ്പൊ ഇത് വെട്ടിക്കൊണ്ട് വരണമെങ്കിൽ ആ ഇരുട്ടിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ ഇടതൂർന്ന് വളരുന്ന ഇരുട്ടുള്ള വനാന്തർഭാഗങ്ങളിൽ കടന്നു ചെന്ന് ഈ കതിരമരം വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് പണിതാൽ, കതിരമരത്തെ പറ്റി പഠിക്കുമ്പോൾ ഇതൊരു മെനകെട്ട മരമാണ്. എത്ര പണിതാലും ശരിയാവത്തില്ല. നമുക്കറിയാം, നമ്മളൊക്കെ ആശാരിപ്പണി ചെയ്യുന്നില്ലെങ്കിലും കണ്ടിട്ടുള്ളവരാ നമ്മളെല്ലാവരും. അപ്പം നല്ല തടികളൊക്കെ ആണെങ്കിൽ ആശാരിമാർ ചിന്തേരി പിടിച്ചു കഴിഞ്ഞാൽ നല്ല മിനുസം ഉണ്ടാവും, അല്ലേ? പക്ഷേ ഈ കതിരമരത്തിന്റെ ഒരു കുഴപ്പം, എത്ര മിനുസം വരുത്താൻ ശ്രമിച്ചാലും ഇത് നാരുകൾ പോലെ ഇരിക്കും. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, പക്ഷേ ഈ കതിരമരത്തിന് നല്ല ബലമാണ്. മോശയോട് പറഞ്ഞു, ഇതിന്റെ അകവും പുറവും നീ എന്ത് ചെയ്യണം? തങ്കം കൊണ്ട് പൊതിയണം. അതിനകത്തൊരു ആത്മീയ മർമ്മമുണ്ട്. ഈ മെനകെട്ട മരത്തിന്റെ അഭംഗി മാറ്റാൻ തങ്കം കൊണ്ട് പൊതിഞ്ഞത് മനോഹരമാക്കിയതുപോലെ നമ്മളും മെനകെട്ടവരായിരുന്നു, നമ്മളും അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു, അല്ലേ? അങ്ങനല്ലേ പത്രോസ് ലേഖനത്തിൽ പറയും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്നാ പറയുന്നത്. അപ്പം നമ്മൾ എവിടെ കിടന്നവരായിരുന്നു? അന്ധകാരത്തിൽ കിടന്ന നമ്മെ, മെനകെട്ട നമ്മെ കർത്താവ് തന്റെ കൃപയാകുന്ന തങ്കം കൊണ്ട് പൊതിഞ്ഞ് ആമേൻ മക്കളായി അവകാശികളാക്കി തീർത്ത ദൈവത്തിന്റെ മഹാദയെ ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കണം. നമ്മൾ സ്തുതിപ്പാൻ കടപ്പെട്ടവരാണ്. ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ ഒരു യോഗ്യതയും നമുക്കില്ലായിരുന്നു. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും എൻ്റെ സന്ദേശങ്ങളിലൊക്കെ ഓർപ്പിക്കുകയും ഞാൻ ഓർക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇത്ര വലിയൊരു ദൈവത്തിന്റെ സന്നിധിയോട് അടുത്തു വരുവാൻ നമുക്ക് എന്തായിരുന്നു യോഗ്യത ഉണ്ടായിരുന്നത്? ഒന്നുമില്ലായിരുന്നു. ദൈവത്തിന്റെ മഹാകൃപ. അപ്പോ കതിരമരത്തിന്റെ മെനകേട് മറയ്ക്കാൻ തങ്കം കൊണ്ട് പൊതിഞ്ഞതുപോലെ, നിങ്ങൾക്ക് മനസ്സിലായി നീ വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ മെനകേടുകളെ മാറ്റുവാൻ അന്ധകാരത്തിൽ പാപത്തിന്റെ ആഴത്തിൽ കിടന്ന് നമ്മെ വിളിച്ച് വേർതിരിച്ച് കൃപയെന്ന തങ്കം കൊണ്ട് പൊതിഞ്ഞ് അവൻ നമ്മെ ശോഭയുള്ളവരാക്കി, ആമേൻ പ്രത്യാശയുള്ളവരാക്കി, ആമേൻ ദൈവത്തിന് പ്രയോജനം ഉള്ളവരാക്കി നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപ
ആ കൃപയാണ് നാം നിലനിൽക്കുന്നത്. ഇന്ന് രാത്രി നാം ആയുസ്സോടെ ആരോഗ്യത്തോടെ വിവിധ സ്ഥലങ്ങളിൽ നീ സൂം പ്ലാറ്റ്ഫോമിൽ കയറിയെങ്കിലും നമുക്കറിയാം പലപ്പോഴും നമ്മുടെയൊക്കെ ആയുസ്സിനോട് പിശാച് വാദിച്ച സന്ദർഭങ്ങളുണ്ട്. ഇതിനകത്തിരിക്കുന്ന പലരുടെയും ആത്മാവിൽ ഞാൻ പറയട്ടെ, ചിലരുടെയും ഒക്കെ ആയുസ്സിനോട് പിശാച് വില പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ചില അനർത്ഥങ്ങളിലൂടെ ഒടുക്കിക്കളയുവാൻ പിശാച് ചില പദ്ധതികളൊക്കെ ഇട്ട് ആ നിലകളിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നു എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്നും നാം ആരോഗ്യത്തോടെ ഇരിക്കുന്നെങ്കിൽ, ആയുസ്സോടെ ഇരിക്കുന്നെങ്കിൽ അത് നമ്മുടെ മിടുക്കല്ല, ഒരു ഡോക്ടറുടെയും കഴിവല്ല, മഹാദൈവത്തിന്റെ കരുണയൊന്ന് മാത്രമാണ്. അതുകൊണ്ട് ആ കർത്താവിന്റെ ദയയും വിശ്വസതയും ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാൻ നമ്മൾ ഒത്തിരി കടപ്പെട്ടവരാണ്. ഇങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മകളൊക്കെ വെറും ചടങ്ങുകളായി നടക്കാതെ നമ്മുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമുള്ളതാക്കി മാറ്റുവാൻ വളരെ പ്രാർത്ഥനയോടും ദൈവഭയത്തോടും ദൈവവചനത്തിന്റെ മുൻപിൽ നാം കടന്നു വന്നാൽ ഇന്ന് രാത്രി നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുമെന്ന് ഞാൻ വളരെ വ്യക്തമായി വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് ഞാനൊരു ചെറിയ ചിന്ത കൈമാറുവാനായി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിപ്പാൻ എഴുന്നേറ്റു. ഇരുന്ന ഉടൻ തന്നെ ഒരു ദൈവശബ്ദം ഞാൻ കേൾക്കുക. ആ ദൈവശബ്ദമാണ് ഇന്ന് നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ ലാലിച്ചായൻ എന്നോട് കുറച്ചു നേരം വചനം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. കാരണം ഇത് ഞാൻ എങ്ങും കൈമാറിയിട്ടില്ല, ആദ്യമായി നിങ്ങൾക്കാണ് കൈമാറുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ദൂതാണ്. ഈ വചനം ധ്യാനിപ്പാനും ഇതിന് മുൻപിൽ കുറച്ചു നേരം ഇരിപ്പാനും ഒക്കെ ദൈവം എനിക്ക് അതേ സമയം തന്നപ്പോ ആമേൻ 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 അതിനകത്തുനിന്ന് ചില കാര്യങ്ങളൊക്കെ ധ്യാനിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അതായത് റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. റോമർ 15-ന്റെ 13-ാം വാക്യം. ഞാൻ കേട്ട ദൈവശബ്ദം ഇങ്ങനെയാണ്: എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. ഈ ശബ്ദമാണ് ഞാൻ കേട്ടത്. ഇതിന്റെ റെഫറൻസ് എവിടാണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ ബൈബിൾ എടുത്തിന്റെ റെഫറൻസ് തപ്പിയപ്പോ റോമാലേഖനം 15-ന്റെ 13-ൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഒരു നിറവിനെ പറ്റി ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് നിറയ്ക്കണമെന്നാ പറയുന്നത്? പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഇവിടെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്തോത്രം. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ചെറിയ ആളല്ല, ദൈവത്തോളം തന്നെ വലുപ്പവും. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്ന കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ജീവിച്ച കാലഘട്ടത്തിൽ കർത്താവിനോടൊപ്പം ജീവിപ്പാനും കർത്താവിനെ ഒന്ന് നേരിട്ട് കാണുവാനും കർത്താവിനെ ഒന്ന് തൊടുവാനും കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യമുള്ളവനായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ച സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അന്നേരം ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, മോനെ നീ അതിലും ഭാഗ്യമുള്ളവനാ. കാരണം എന്താണെന്നറിയാമോ? യേശു ഇന്ന് ഈ ഗ്രാമത്തിലാണെങ്കിൽ നാളെ വേറൊരു ഗ്രാമത്തിലാണ്. അവൻ ഇന്ന് യഹൂദിയിലാണെങ്കിൽ അടുത്ത ദിവസം യെരുശലേമിലാണ്. അങ്ങനെ മാറി മാറി സഞ്ചരിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ആ ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയതിന്റെ 50-ാം നാൾ യെരുശലേം മാളിക മുറിയിൽ 120 പേർ കൂടിയിരുന്ന മാളിക മുറിയിൽ ഇറങ്ങി വന്ന കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുന്ന ഒരു ആത്മാവല്ല, എല്ലായ്പ്പോഴും കൂടെ ഇരിക്കുന്ന ആത്മാവാണ്. സ്തോത്രം. ആ ആത്മാവിന്റെ നിറവ് അനുഭവിക്കുന്നവരെയും അതിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു ഇന്ന് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ യേശു ജനിച്ച് തന്റെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച 3.5 വർഷക്കാലം എല്ലായ്പ്പോഴും എല്ലാവരോടും കൂടെ ഇരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. കർത്താവിനെ പറയുന്നുണ്ട്, ഇനി കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശു ജീവിച്ച കാലഘട്ടത്തെക്കാൾ ഇന്ന് ജീവിക്കുന്ന നാമാണ് അതിലും ഭാഗ്യവാന്മാർ എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് എപ്പോഴും കൂടെയുണ്ട്, അല്ലേ? ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നിർമ്മലമായോരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായോരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അത് പ്രാർത്ഥിക്കാൻ കാര്യമുണ്ട്. ദാവീദിന് മനസ്സിലായി, ഈ ആത്മാവ് എന്നിൽ ഇല്ലെങ്കിൽ ഞാൻ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാപം ചെയ്ത് പാപത്തിൽ വീണ ദാവീദ്
ദാവീദ് അനുദപിച്ച് എഴുതുന്ന 51 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പറയുന്നു, ദൈവമേ നിർമ്മലമായോ ഒരു ഹൃദയം എനിക്ക് വേണം. ഒന്ന്. രണ്ടാമത് അവൻ പറയുന്നു, അവൻ സ്ഥിരമായോ ഒരു ആത്മാവിനെ എന്നിൽ പകരണം. കാരണം സ്ഥിരമായ ഒരു ആത്മാവിന്റെ അധിവാസം നമ്മളിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായി ആത്മാവ് തന്നെ നമ്മെ നയിക്കുവാനും നിയന്ത്രിപ്പാനും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഈ ദുഷ്ടലോകത്തിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് ആത്മനിറവിന്റെ അനുഭവം പ്രാപിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അതിലേക്ക് കടന്നു വരുവാൻ ആർക്കെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുന്നത്, അന്യഭാഷ അടയാളത്തോടെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് വൻകാര്യങ്ങൾ സംസാരിക്കുന്നു, അവൻ വലിയ മർമ്മങ്ങൾ സംസാരിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പിശാചിന് ഈ ലോകത്തിലുള്ള എല്ലാ ലാംഗ്വേജും അറിയാം. ഇംഗ്ലീഷും അറിയാം, ഹിന്ദിയും അറിയാം, മലയാളം അറിയാം, അറബി അറിയാം, ഉറുദു അറിയാം. ഇനി ഏത് ലാംഗ്വേജ് ഉണ്ട്, ലാംഗ്വേജുകളെല്ലാം പിശാചിന് വശമാണ്. ഓരോ രാജ്യത്തെയും അടക്കി വാഴുന്ന അന്ധകാര ശക്തികളുണ്ട്. ആ ശക്തികൾക്കൊക്കെ ആ രാജ്യത്തെ ജനങ്ങൾ, ദൈവമക്കൾ ദൈവത്തോട് സംവാദിക്കുന്ന സംവാദങ്ങൾ, അവരുടെ വാക്കുകളൊക്കെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിവുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മദർ ലാംഗ്വേജ് പിശാചിന് മനസ്സിലാകുമെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ആത്മാവിൽ നാം ദൈവത്തോട് സംസാരിക്കുന്ന കാര്യങ്ങൾ പിശാചിന് പിടികിട്ടത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, വാക്കിൽ 5 മിനിറ്റിൽ പ്രാർത്ഥിച്ചാൽ ആത്മാവിൽ 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പഠിക്കണം. കാരണം പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് വൻകാര്യങ്ങൾ സംസാരിപ്പാൻ നമ്മെ ബലപ്പെടുത്തും. അതുകൊണ്ട് ആത്മാവിലുള്ള ആരാധനയും ആത്മാവിലുള്ള പ്രാർത്ഥനയും എവിടെ ഉയരുമോ അവിടെ വിടുതൽ സംഭവിക്കും. ആ സഭ വളരുവാനിടയായി തീരും. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീയ ആരാധനകളും ആത്മാവിലുള്ള പ്രാർത്ഥനകളും ഒരിക്കലും നിന്നുപോകരുത്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ദൈവം വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായിരിപ്പീൻ. ദൈവം വിശുദ്ധിയിൽ വസിക്കുന്നത് കൊണ്ട് വിശുദ്ധി കൂടാതെ ദൈവത്തിന്റെ അടുത്ത് നമുക്ക് ചെല്ലാൻ കഴിയത്തില്ല. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും വിശുദ്ധമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധിയോട് ജീവിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിൽ നാം അകപ്പെട്ടാലും ആത്മാവിൽ ഒരു ദൈവവൈതൽ അതിനെതിരെ കൃപ എന്നാർക്കുമ്പോൾ ആ എതിരുകൾ തകരപ്പെടുവാനിടയായിത്തീരും. ഇവിടെ നമ്മൾ വായിച്ചു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. സ്തോത്രം. അപ്പോൾ പ്രത്യാശ നൽകുന്ന ദൈവം അതിനകത്തൂടെ നൽകാൻ പോകുന്ന കാര്യങ്ങൾ: 1, പരിശുദ്ധാത്മാവിന്റെ ശക്തി; 2, പ്രത്യാശയുടെ സമൃദ്ധി; 3, വിശ്വാസം; 4, സന്തോഷം; 5, സമാധാനത്തിന്റെ നിറവ്. ഇത്രയും കാര്യങ്ങളാണ് കർത്താവ് തരുന്നത്. എന്നാൽ നമുക്കറിയാം, 2 കൊരിന്ത്യർ ലേഖനം 13:11 വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു പദമുണ്ട്: എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ദൈവം പ്രത്യാശയുടെ സമൃദ്ധി നൽകുന്ന ദൈവമാണ്. സ്തോത്രം. മറ്റൊരു ഭാഗത്ത് കാണുന്നു, നമ്മൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. ആമേൻ. നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 13:1 മുതൽ വായിക്കുമ്പോൾ സ്നേഹത്തെ പറ്റി അവിടെ എഴുതുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതോ എന്താകുന്നു സ്നേഹം എന്ന് പറയുന്നു. ഇതെല്ലാം അവിടെയുള്ള വിഷയം. അപ്പോൾ പ്രത്യാശയുടെ സമൃദ്ധി ദൈവം നൽകും. അപ്പോൾ തന്നെ വിശ്വാസത്തിന്റെ സമൃദ്ധി ദൈവത്തിന് തരാൻ കഴിയത്തില്ല. വിശ്വാസത്തിന്റെ സമൃദ്ധി നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അതിനാണ് പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും പേരെന്താണ്? വിശ്വാസികൾ എന്നാ, അല്ലേ? നമ്മളെ പൊതുവെ വിളിക്കുന്ന പേരെന്താണ്? വിശ്വാസികൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മിലെ വിശ്വാസം എത്രത്തോളം ഉണ്ട്? ഇന്ന് രാത്രി അതൊന്ന് ശോധന ചെയ്യുന്ന ഒരു രാത്രിയായി തീരട്ടെ. നമ്മളുള്ള വിശ്വാസത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ട്? നമ്മളെല്ലാം വിശ്വാസികളാ, നമുക്കൊക്കെ വിശ്വാസമുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിനൊരു ആരോഗ്യമുണ്ടോ, ഒരു ഹെൽത്ത്, അതിനൊരു പവർ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ, വിശ്വാസത്തിനൊരു ആരോഗ്യം നമ്മുടെ ജീവിതത്തിനുണ്ടെങ്കിൽ, ഏത് പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും വിശ്വാസത്താൽ അതിനെ അതിജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. മറ്റൊരു ഭാഗത്ത് നാം സ്നേഹത്തിൽ കവിഞ്ഞിരിക്കണമെന്ന് കാണുന്നു. അപ്പോൾ പ്രത്യാശയുടെ സമൃദ്ധി വേണം, വിശ്വാസത്തിന്റെ ആരോഗ്യം വേണം, സ്നേഹത്തിലുള്ള ഒരു കവിഞ്ഞൊഴുക്ക് വേണം. ഇതെല്ലാം ദൈവവചനം അനുശാസിക്കുന്ന കാര്യമാണ്. ഞാൻ വേഗത്തിൽ എന്റെ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകട്ടെ. ഇവിടെ പൗലോസ് പറഞ്ഞു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. ആരാണ് പ്രത്യാശ നൽകുന്നത്? കർത്താവാണ്. നമ്മുടെ പ്രത്യാശ എന്താണ്? ഇനി നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന കാറാണോ?
അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലെ കൃഷിയാണോ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണോ, അല്ലെങ്കിൽ കൊച്ചുമക്കളെ കാണുന്നതാണോ, അല്ലെങ്കിൽ നമ്മുടെ വീടാണോ, ഭൗതികമായ സമ്പത്തുകളാണോ നമ്മുടെ പ്രത്യാശ? അല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവാണ്, അവന്റെ വരവാണ്. അതാണ് നാം കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമാകുന്നു, അതെ പറയുമായിരുന്നു. അവൻ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയവനാണെന്നും അവൻ നമുക്കൊരു ഭവനം ഒരുക്കുന്നെന്നും ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചാൽ അവൻ വന്ന് നമ്മെ വീണ്ടും ചേർക്കുമെന്നും ഒരു പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ഈ ലോകം കഷ്ടം നിറഞ്ഞതാ, നമുക്കറിയാം, കണ്ണുനീരുള്ളതാ, ദുഃഖമുള്ളതാ, മരണമുള്ളതാ, മുറവിളിയുള്ളതാ. പക്ഷേ ദൈവം ഒരുക്കുന്ന രാജ്യത്ത് ഇതൊന്നുമില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നാം പ്രാപിച്ചിരിക്കുന്ന പ്രത്യാശ, ആമേൻ, നമ്മൾ ഒരിക്കലും കൈവിടാതെ, എബ്രായലേഖനത്തിൽ പറയുന്നത് പോലെ നാം പ്രത്യാശയുടെ സ്വീകാര്യം എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ. ദൈവം ചെയ്ത ഒരു വാഗ്ദത്തങ്ങൾക്കും എന്തില്ല? ഒരിക്കലും മാറ്റമില്ല. മനുഷ്യർ വാക്ക് പറഞ്ഞാൽ മാറിപ്പോയേക്കാം. ഇനി ഏതൊരു മതനേതാവോ രാഷ്ട്രത്തലവന്മാരോ രാഷ്ട്രീയക്കാരോ പറയുന്ന വാക്കുകളൊക്കെ മാറിപ്പോകും. നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ്. പക്ഷേ വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരേ ഒരുവനേ ഉള്ളൂ, അവനാണ് നാം സേവിക്കുന്ന ദൈവം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാഗ്ദത്തം അവൻ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രത്യാശയുടെ സ്വീകാര്യം നിങ്ങൾ മുറുകെ പിടിച്ചോണം. നാം പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം അവൻ നമ്മളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്നവൻ അറിയുന്നവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ. നന്മയുടെ നിരൂപണങ്ങൾ മാത്രമാണ് നമ്മുടെ കർത്താവിന്റെ പക്കലുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഒരിക്കലും കുറഞ്ഞു പോകരുത്. പ്രത്യാശയിൽ ക്ഷീണിച്ചു പോകാൻ അനവധി കാരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാൻ ഒത്തിരി കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുൻപിൽ നാം കാണുന്നുണ്ട്. പക്ഷേ മറുവശം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ലോക സംഭവങ്ങൾ നമ്മുടെ കൺമുൻപിൽ കാണുമ്പോൾ നാം ഉറങ്ങിയും മയങ്ങിയും പോകാതെ വിശ്വാസത്തിൽ ആമേൻ ഏറിയ ആമേൻ ബലമുള്ളവരായി, ആമേൻ പ്രത്യാശയിൽ വർധനമുള്ളവരായി നമ്മുടെ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നാം കൈവിടപ്പെടുവാൻ സാധ്യതയുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് അഭിമാനിച്ച് ജീവിച്ചിട്ടോ, പെന്തക്കോസുകാരൻ എന്ന് പറഞ്ഞിട്ട് എന്നും ചർച്ചിൽ പോയെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ മേഘത്തിലെ വരവ്. ഇത് ഏത് സമയത്തും സംഭവിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മുടെ നിത്യത നാം ഉറപ്പാക്കണം, നമ്മുടെ കർത്താവിനോടൊപ്പമാണെന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഏതു നേരത്തും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടായിരിക്കണം. ഉറങ്ങിയും മയങ്ങിയും കഴിക്കുവാനുള്ള നാളുകളല്ലിത്. വിശ്വാസികളുടെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, ആമേൻ, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സ്തോത്രം. അപ്പോൾ ഇന്ന് പല ഞാൻ പലരുമായി ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, യേശു വന്നിട്ട് പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, യേശു കർത്താവ് ഇനി വരുമോ? ഇങ്ങനെ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. യേശു വന്നിട്ട് പോയോ, ഇനി വരുമോ? അങ്ങനെയുള്ള സന്ദേഹങ്ങൾ ആമേൻ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ. കാരണം കാത്തിരുന്ന് ആമേൻ അവരുടെ ക്ഷമ നശിച്ചു. ഇനി കർത്താവ് വരുമോ എന്നൊരു സംശയത്തിലേക്ക് അവർ വീഴുക. പലരും ആമേൻ അവർ അനുഭവിച്ച രക്ഷയുടെ സന്തോഷം തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും ആമേൻ ഒരു പഴഞ്ചൊല്ലിൽ പറയുന്നില്ല, പിടിച്ച കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. പലരും വിശ്വാസം ഉപേക്ഷിച്ചിട്ട് എവിടെ നിന്ന് വന്നോ അവിടെയൊക്കെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. പലരും പോകുവാൻ ആമേൻ ആഗ്രഹിച്ച് അതിന്റെ ഡിസ്കഷനിലുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ എൻ്റെ അറിവനുസരിച്ചാണ് നിങ്ങളോട് പറയുന്നത്. കർത്താവിനെ അറിഞ്ഞ് സാമുദായിക പശ്ചാത്തലങ്ങൾ വിട്ട്, പാരമ്പര്യ പശ്ചാത്തലങ്ങൾ വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പലരും അവരുടെ പ്രത്യാശയും വിശ്വാസവും കുറഞ്ഞു പോയിട്ട് വീണ്ടും അവിടേക്ക് തന്നെ മടങ്ങിപ്പോകുവാൻ പലരും ആഗ്രഹിക്കുകയും പലരും അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് വന്നിട്ടില്ല, പക്ഷെ അവൻ വരും. അത് നിശ്ചയമായി. യേശു വാക്ക് പറഞ്ഞെങ്കിൽ അവൻ വരും. നമുക്കറിയാം, ഹോരേബിൽ മോശ തന്റെ ജനവുമായി ആമേൻ കടന്നു വരുന്ന സന്ദർഭത്തെ മോശ ദൈവത്തോടുകൂടി 40 ദിനരാത്രങ്ങളായി മോശയെ കാണാതെ വന്നപ്പോ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുൻപിൽ നടക്കണമെന്നൊരു ദൈവത്തെ വേണം. അഹരോനോട് പറഞ്ഞപ്പോൾ അഹരോൻ എന്ത് ചെയ്തു? അവൻ ആ സ്ത്രീ ജനങ്ങളുടെ മൂക്കിലെയും കാതിലെയും പൊൻകുണുക്കുകളും ആഭരണങ്ങളും എല്ലാം പറിച്ചെടുത്ത് അവൻ തീയിലിട്ടൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവർക്ക് അതിന്റെ മുൻപിൽ ആരാധിപ്പാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇത് കണ്ട് കോപിച്ച ദൈവം ഈ ജനത്തെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി വരികയാണ്.
പക്ഷെ മോശ പറഞ്ഞു, നീ നശിപ്പിക്കരുത്. ദൈവം പറഞ്ഞില്ല, നീ വിടുക, ഈ ജനത്തെ ഞാൻ നശിപ്പിക്കുന്നു, ഇത് ദുശാഠ്യമുള്ളൊരു ജനമാകുന്നു, ഇവരെ ഞാൻ നശിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ ആ മോശയോട് ദൈവം പറയുന്നു, ഞാൻ ആമേൻ നിന്റെ പേർ ആമേൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കില്ല. അപ്പൊ മോശ പറയുന്നുണ്ട്, എന്റെ പേർ നീ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചാലും ആമേൻ ഞാൻ നിന്നെ വിടുകയില്ല, ഈ ജനത്തെ നീ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത് എന്ന് മോശ കയറി ദൈവത്തെ പിടിച്ചത് കൊണ്ട് കർത്താവ് അതിൽ നിന്ന് അനുദപിച്ചതായി നമുക്ക് കാണുവാൻ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, മോശ ഇറങ്ങി വരുവാൻ താമസിച്ചത് കൊണ്ടാണ് ജനം പാപത്തിൽ വീഴുവാനിടയായി തീർന്നത്. ആ മോശയുടെ വരവ് പ്രതീക്ഷിച്ച സമയത്തൊന്നും അവർക്ക് സംഭവിക്കാതിരുന്നത് കൊണ്ടാണ് അഹരോനോട് അവർക്ക് മുൻപിൽ നടക്കേണ്ടതിനും അവർക്ക് ആരാധിക്കേണ്ടതിനും ഒരു കാളക്കുട്ടി ഉണ്ടാക്കി കൊടുക്കുവാൻ അപേക്ഷിച്ചത്. മറ്റൊരു സംഭവം നമുക്കറിയാം, 10 കന്യകമാർ മണവാളനെ കാത്തിരിക്കുകയാണ്. വിളക്കിൽ എണ്ണയുള്ളവർ, എണ്ണ കരുതിയിരുന്നവരുടെ ആമേൻ വിളക്കിൽ ആമേൻ നല്ല തീ കത്തിയപ്പോൾ എണ്ണ കരുതാതിരുന്ന ആമേൻ കരുതലുകളില്ലാതെ പോയ ബുദ്ധിയില്ലാത്ത കന്യകമാർ ആമേൻ എണ്ണ തേടി പോയ സമയത്ത് കർത്താവ് വന്നു. അപ്പോൾ അവർ പ്രതീക്ഷിച്ച സമയത്തല്ല എന്ന് പറഞ്ഞതുപോലെ നാം പ്രതീക്ഷിക്കുന്ന സമയത്തല്ല കർത്താവ് വരുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ഒന്നിൽ നമ്മുടെ കർത്താവ് വരും. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? വിശ്വസിക്കുന്നവർ കരങ്ങളിൽ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ആമേൻ. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഒരു നാളും മാറിപ്പോകാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവ് ആരെന്ന് നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ആരാണെന്ന് നാം മനസ്സിലാക്കണമെന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്? കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, നിശ്ചയമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആരാണെന്ന് നമ്മുടെ കർത്താവിനറിയാം, ഇല്ലേ? നമ്മൾ ആരാണെന്ന് വ്യക്തമായിട്ട് ആർക്കറിയാം? കർത്താവിനറിയാം. നാം പൊടി എന്നവൻ ഓർക്കുന്നു. നമ്മുടെ ആകൃതിയും പ്രകൃതിയും അവൻ അറിയുന്ന ദൈവമാ. സ്തോത്രം. അപ്പൊ നമ്മുടെ A-Z കാര്യം ആർക്കറിയാം? നമ്മുടെ കർത്താവിനറിയാം. അപ്പോൾ തന്നെ മറുവശം, നമ്മുടെ കർത്താവ് ആരെന്ന് നാം അറിയണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പിന്റെ കൈസരിയിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? സ്തോത്രം. അപ്പോൾ അവർ പറയുന്ന മറുപടി ഉണ്ട്, ചിലർ നീ യോഹന്നാൻ എന്ന് പറയുന്നു, ചിലർ നീ ഏലിയാവ് എന്ന് പറയുന്നു, മറ്റു ചിലർ നീ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനെന്നോ പറയുന്നു. ഇത് ആര് പറയുന്ന കാര്യമാ? ശിഷ്യന്മാർ പറഞ്ഞത്, ജനം പറയുന്ന കാര്യം. എന്നിട്ട് കർത്താവ് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയും? അപ്പോൾ നമുക്കറിയാം പത്രോസ് എന്താ മറുപടി കൊടുത്തത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. യേശു കർത്താവിന്റെ മറുപടി, ബറയോന ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്വനായ എന്റെ പിതാവ്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിനെ കർത്താവ് ഏൽപ്പിക്കുന്ന ചരിത്രമാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്. അപ്പോൾ നാം ആരാണെന്ന് നമുക്ക് കർത്താവിന് നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മുടെ ദൈവം ആരാണെന്ന് നാം അറിയണമെന്ന് ദൈവം വളരെ നന്നായി ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കരുത്. ഞാൻ പറഞ്ഞതിന് സാരം, ഇന്ന് രാത്രി നാം സേവിക്കുന്ന ദൈവം ആരെന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, നാം അടുത്തിയെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം ആരാണെന്ന് നന്നായി തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ പരാജയഭീതി നമ്മളെ അലട്ടത്തില്ല, ഒരിക്കലും അലട്ടത്തില്ല. നമ്മുടെ ദൈവത്തിന്റെ മഹത്വം നാം തിരിച്ചറിഞ്ഞാൽ അത് മുഴുവനായി നമ്മുടെ ഈ മാനുഷിക ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിലും വിശുദ്ധ തിരുവെഴുത്തിലൂടെ നമ്മുടെ കർത്താവ് ആരെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിന്റെ മഹനീയ ഗുണങ്ങൾ, അതായത് മെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു പഠനമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ മഹനീയ ഗുണങ്ങളെ പറ്റി പഠിക്കുമ്പോൾ, ഒന്ന്, ദൈവം ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തി. ആമേൻ. 2, ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നീതി. 3, വിസ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജ്ഞാനം. 4, ദ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്നേഹം. അപ്പം ശക്തി, നീതി, ജ്ഞാനം, സ്നേഹം, ഇതിനെല്ലാം അടിസ്ഥാനപരമായ ഒത്തിരി സംഭവങ്ങൾ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ ശക്തി, അവൻ സർവശക്തനെന്ന് ഒരിക്കൽ ഒരു പ്രശസ്തനായ ഗായകൻ യേശുദാസാണ് ഈ മനോരമയിൽ അദ്ദേഹത്തിന്റെ ഒരു വ്യാഴക്കാഴ്ച എന്ന് പറഞ്ഞൊരു എഴുത്തുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം ഒരു പ്രാവശ്യം, അന്ന് ഞാൻ ഓറീസയിൽ കർത്താവിന്റെ വേലയിൽ ഇരിക്കുന്ന സമയമാണ്, ഞാൻ മനോരമ വരുത്തുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുക, യഹോവ എന്ന നാമം ആര് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നത്? യഹോവ എപ്പോഴാണ് പറഞ്ഞത് എന്നെ യഹോവ എന്ന് വിളിക്കണം?
അദ്ദേഹത്തിന്റെ അജ്ഞതയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി കാര്യകാരണ സഹിതം ഒരു മനോഹരമായ ലെറ്റർ അയച്ചു കൊടുത്തു. അത് വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് മറുപടികളൊന്നും ലഭിച്ചില്ല. പക്ഷെ പിന്നീട് ആ എഴുത്തുകൾ കണ്ടത് വ്യാഴക്കാഴ്ച എന്നുള്ള പരിപാടിയെ സ്റ്റോപ്പായി പോയി. അതോടുകൂടി എന്താ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഇന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യം, പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം, അല്ലെ അങ്ങനെ ഒരു പാട്ടില്ലേ, പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. ഞാൻ ചോദിച്ചു ഈ സ്നാനം എന്താണെന്നും പാനപാത്രം എന്താണെന്നും ഇതിന്റെ അർത്ഥം എന്താണെന്നും ഗുണം എന്താണെന്നും നിങ്ങൾ പാടിയ പാട്ടിന്റെ അർത്ഥം ഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം പാടിയ പല പാട്ടുകളും ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ ചോദിച്ചത്. അതിനൊന്നും റിപ്ലൈ കിട്ടിയില്ല. അങ്ങനെയുള്ളവരൊന്നും റിപ്ലൈ തരത്തില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം സർവശക്തനാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ അബ്രഹാമിനോട് ഇടപെട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന് 1 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, അതായത് നീണ്ട 14 വർഷങ്ങൾ അബ്രഹാമുമായി യാതൊരു സമ്പർക്കവും ദൈവമില്ല. കാരണം അബ്രഹാം ചില വളഞ്ഞ വഴികളിലൊക്കെ പോയി. അതൊന്നും ഇന്ന് രാത്രി വിശദീകരിക്കാൻ സമയമില്ല. ലാലിച്ചായ സമയം കഴിഞ്ഞോ? ഇല്ലില്ല, കുഴപ്പമില്ല. അല്പസമയം കൂടെ ഞാൻ എടുക്കാം, വേഗത്തിൽ നിർത്താം. ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പ്രിപ്പയർ ചെയ്ത നിലയിലല്ല ഈ വചനം പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കുള്ള ദൂത ദൈവത്തിന്റെ ആത്മാവ് തന്നുകൊണ്ടിരിക്കുക. അവിടെ ഇങ്ങനെ കാണുന്നു 17-ാം അധ്യായം, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻഭാഗം നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നോക്കണേ, ദൈവം തന്നെ ദൈവത്തെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻഭാഗം നടന്ന് നിഷ്കളങ്കനായിരിക്ക. അടുത്ത പദം എഴുതിയിരിക്കുന്നത്, അബ്രഹാം അപ്പോൾ സാഷ്ടാംഗം വീണു. നോക്കണേ, ഇന്നുവരെ ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണില്ല. സർവശക്തിയുള്ള ദൈവമാണെന്നും അവന്റെ സകല കയ്യിലിരിപ്പുകളും ദൈവം മനസ്സിലാക്കുന്നുവെന്ന് അബ്രഹാം മനസ്സിലാക്കിയ നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ സാഷ്ടാംഗം വീണ് നമിക്കുക. സ്തോത്രം. അവിടെ വെച്ച് ദൈവം അവന്റെ പേര് മാറ്റുക. അബ്രാം എന്നുള്ള പേര് മാറ്റി ബഹുജാതികൾക്ക് പിതാവായ അബ്രഹാം എന്നുള്ള പേര് അവനെ നൽകി. അതുകൊണ്ട് അവനെ വിശ്വാസികളുടെ പിതാവായി പ്രഖ്യാപിച്ചു എന്നുള്ള വസ്തുത നമുക്കറിയാം. ഞാൻ വേഗത്തിൽ എൻ്റെ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകട്ടെ. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ മഹനീയ ഗുണങ്ങൾ, അവൻ ആരാണെന്ന് മനസ്സിലാക്കണം. അവന്റെ ശക്തി നാം തിരിച്ചറിയണം. അവന്റെ നീതി നാം മനസ്സിലാക്കണം. അവന്റെ ജ്ഞാനം, അവന്റെ സ്നേഹം, ഇതെല്ലാം നിറഞ്ഞവനാണ് നാം ആരാധിക്കുന്നത്. അതിലുപരി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സകലത്തെയും അടക്കി വാഴുന്ന സർവാധികാരിയാണ് നമ്മുടെ കർത്താവ്. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തെയും നിയന്ത്രിക്കുന്നവനുമായ സർവാധികാരിയായ ദൈവമാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും സകല കാര്യങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും ഉത്തരവാദി നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തെ കണ്ടാണ് നാം ഇറങ്ങിയതെങ്കിൽ, ഈ ദൈവത്തിന്റെ വിളി കേട്ടാണ് ആഴമെന്നോർക്കാതെ നാം ഇറങ്ങി തിരിച്ചെങ്കിൽ, ഞാൻ പറയട്ടെ, ദൈവവൈദ്യലെ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കണ്ട് നീ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നാം സേവിക്കുന്ന ദൈവത്തിന് നിന്റെ വിഷയങ്ങൾ ഒരു വിഷയമേ അല്ല. പിശാച് നിന്റെ വിഷയമാണ് വലുതെന്നും ദൈവം ചെറുതാണെന്നുമുള്ള സംശയം നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ കൊണ്ടുവരും. പക്ഷെ ആ സംശയത്തെ ആത്മാവിൽ നീ ശാസിക്കണം. പറയണം, പിശാചേ, എന്റെ വിഷയങ്ങൾ എന്റെ ദൈവത്തെക്കാൾ വലുതല്ല. എന്റെ ദൈവം സകല വിഷയങ്ങളെക്കാളും വലിയവനാണ്. ഏത് വിഷയത്തെയും പരിഹരിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. എനിക്കെതിരെ ഒഴുകി വരുന്ന, എന്നെ വിഴുങ്ങുവാനും മുക്കുവാനും ഒഴുകി വരുന്ന കടഭാരമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, പരിഹാസങ്ങളായിക്കൊള്ളട്ടെ, ശാരീരിക ക്ലേശങ്ങളായിക്കൊള്ളട്ടെ, തലമുറകളോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളായിക്കൊള്ളട്ടെ, എന്നെ തകർക്കുവാൻ വരുന്ന ഏത് പ്രതികൂല ശക്തിയെയും വിഴുങ്ങുവാൻ കഴിവുള്ള ഒരു ആത്മാവിന്റെ ശക്തി എന്നിൽ ഉണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? സക്കറിയാ പ്രവചനത്തിൽ വാക്യമുണ്ട്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ തന്നെ. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. വെറുതെ സമഭൂമിയാകത്തില്ല. ഒരു ദൈവവൈതൽ മുഴങ്കാലിലിരുന്ന് കൃപയെന്നാർക്കുവാൻ തയ്യാറാകുമ്പോൾ, ആത്മാവിൽ ആരാധിക്കുവാൻ തയ്യാറാകുമ്പോൾ, അന്യഭാഷകളിലും ആത്മാവിലും അവനെ ആരാധിക്കുവാൻ തയ്യാറാകുമ്പോൾ, നമ്മുടെ മുൻപിൽ ഉയരുന്ന പ്രതിസന്ധി എത്ര വലുതായാലും ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, അത് നമ്മുടെ മുൻപിൽ സമഭൂമിയായി
ഭൂമിയായി തീരും. പിന്നീട് ഒരിക്കലും അത് പൊങ്ങി വരാതെ വണ്ണം ആത്മാവിന്റെ കാറ്റ് അതിനെ അടിച്ച് പറപ്പിച്ച് കളയുന്ന ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയുക. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിച്ച് ഏറ്റെടുപ്പാൻ കഴിയും? ഒരുപക്ഷെ നിങ്ങൾ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരായിരിക്കും. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ ശുശ്രൂഷയിൽ പല രോഗികളും സൗഖ്യമാകുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങളെ നാളുകളായി അലട്ടുന്ന ചില രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രത്യാശ കുറഞ്ഞു പോകരുത്. പ്രത്യാശയുടെ സമൃദ്ധി നമ്മളിൽ ഉണ്ടെങ്കിൽ, ആമേൻ, വിശ്വാസത്തിന്റെ ഒരു ആരോഗ്യം നമ്മളിൽ വർദ്ധിച്ചു വരുന്നെങ്കിൽ, ഇന്ന് രാത്രി നമ്മളെ അലട്ടുന്നത് ശാരീരികമോ മാനസികമോ അല്ലെങ്കിൽ ഭൗതികമോ ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതൊക്കെ നമ്മുടെ മുൻപിൽ തകർന്നു പോകും. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരുടുവാൻ നാം തയ്യാറാകണം. നമ്മുടെ ഈ അധരം കൊണ്ട് ഒരിക്കലും നമ്മൾ നെഗറ്റീവ് പറയരുത്. പരാജയത്തിന്റെ വാക്കുകൾ പറയാതെ വിജയത്തിന്റെ വാക്കുകൾ പറയണം. കാരണം നമ്മുടെ കർത്താവ് സകലത്തെയും ജയിച്ചവനാണ്. ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ പരാജയം എന്നൊരു പദമില്ല. കാൽവറി ക്രൂശിൽ അവൻ കിടക്കുമ്പോൾ പിശാച് അവനെ വെല്ലുവിളിച്ചു, നീ ദൈവപുത്രനെങ്കിൽ ആമേൻ നിന്നെ തന്നെ രക്ഷിക്ക. യേശുവിന് ഇറങ്ങി വരാമായിരുന്നു, പക്ഷെ അവിടെ പിശാചിന്റെ വെല്ലുവിളി യേശു അനുസരിച്ചില്ല. സ്തോത്രം. അവൻ മാനവജാതിയുടെ പാപപരിഹാരത്തിനായി മരിക്കണമെന്നുള്ളത് പിതാവിന്റെ തിരുഹൃദയത്തിലെ ഇഷ്ടമായിരുന്നു. അത് അനുസരിപ്പാൻ സ്വർഗം വട്ട് ഇറങ്ങി വന്ന യേശു അനുസരിക്കേണ്ടത് പിതാവിനെ ആയിരുന്നു. അത് സമ്പൂർണമായി അവൻ അനുസരിച്ചു. ഇന്ന് രാത്രി പിശാച് നിങ്ങളുടെ ഹൃദയത്തിനകത്തളത്തിൽ ചില സംശയങ്ങൾ കൊണ്ടിട്ടേക്കാം. അത് നടക്കത്തില്ല, അത് നടക്കാൻ സാധ്യതകളില്ല, അത് നടക്കാൻ ഒരു വഴിയും എൻ്റെ മുൻപിലില്ല. വഴികളെല്ലാം അടഞ്ഞ ഒരവസ്ഥയിലായിക്കൊള്ളട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വഴിയും സത്യവും ജീവനുമായി യേശു കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. സ്തോത്രം. ഞാൻ വാക്കുകളെ ഇന്ന് രാത്രി ചുരുക്കാൻ ആഗ്രഹിക്കുക. ഈ മെസ്സേജ് മൊത്തം പറയുവാൻ ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ സമയമില്ല. റോമാലേഖനം 8:32 ഒരു വാക്യമുണ്ട്, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? കാൽവറി ക്രൂശിൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, കാൽവറിയിൽ യേശു ആമേൻ 3 ആണികളിൽ തൂങ്ങി 2 കള്ളന്മാരുടെ നടുവിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വികൃതനായി കിടന്ന് അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചടക്കി ഉയർത്തെഴുന്നേറ്റെങ്കിൽ ക്രിസ്തുവിനെ ക്രൂശിൽ തകർത്തതിലൂടെ വചനം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ഇന്ന് രാത്രി നമുക്ക് എന്താണ് ആവശ്യം? നമ്മുടെ അധരങ്ങൾ മേൽ അതിനുള്ള അധികാരവും അഭിഷേകവും ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ മേൽ അവനൊരു വലിയ കൃപ പകർന്നിട്ടുണ്ട്. ആ കൃപയിൽ നിന്നുകൊണ്ട്, അഭിഷേകത്തിന്റെ ബലത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ തയ്യാറാകുക. നമ്മുടെ പ്രത്യാശയോ വിശ്വാസമോ ഒരിക്കലും കുറഞ്ഞു പോകരുത്. നാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയാൽ അത് നമ്മുടെ ശരീരത്തെ പോലും ബാധിക്കും. നമ്മുടെ ഹൃദയം ക്ഷീണിച്ചാൽ അത് നമ്മുടെ മുഖത്തറിയാം. അതുകൊണ്ടാണല്ലോ ദാവീദ് പാടുന്നത്, ആമേൻ, ഞാൻ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. സ്തോത്രം. അപ്പോൾ അത്യുന്നതമായ പാറയെങ്കിലേക്ക് നടത്തുവാൻ കഴിവുള്ള, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, നമ്മുടെ ഏത് വിഷയങ്ങളിലും ഇടപെടുവാൻ കഴിവുള്ളവനും അതിന് പരിഹാരം തരുവാൻ കഴിവുള്ളവനുമായ ഒരു ദൈവം, അവൻ നമ്മെ പ്രത്യാശ നൽകുന്ന ദൈവമാണ്. അവൻ നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ നിറവും ആമേൻ ശക്തിയും പകർന്നിട്ടുണ്ട്. അതിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് അവൻ നമ്മെ നിറയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത അവസ്ഥയിൽ, പ്രത്യാശ കുറഞ്ഞ അവസ്ഥയിൽ എന്നെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പാനിടയായി തീരട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരുടെയും അധരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും ഇന്ന് രാത്രി അതൊന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സമ്പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുക. ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഒരു ശുദ്ധീകരണത്തോടെ അവന്റെ സന്നിധിയിലേക്കൊന്ന് അടുത്തു വന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികളായി രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, ശാരീരിക വ്യഥ, മാനസികമായ ചില വ്യഥകൾ, തലമുറകളെ ഓർത്തുള്ള ചില ഭാരങ്ങൾ, അവരുടെ ഭാവിയെ പറ്റിയുള്ള ചിന്തകൾ, അവൻ അതെല്ലാം ദൈവത്തിന്റെ കരങ്ങളൊന്ന് ഏൽപ്പിച്ചോ. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രി എന്നെ കേട്ട ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളുകളായി ചികിത്സിച്ചിട്ട് സൗഖ്യമില്ലാത്ത ചില രോഗങ്ങളും പേറി നടക്കുന്ന ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനം ദൈവം അയക്കണമേ. ഇന്ന് രാത്രി ലോർഡ് യു സെൻഡ് യുവർ ലിവിംഗ് വേർഡ് ആൻഡ് touch right now in the name of Jesus. Every disease spirit come out right now in Jesus name. എല്ലാ രോഗശക്തികളും യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ട് പുറത്തു പോകുവാൻ ആത്മാവിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി രോഗികളുടെ മേൽ വ്യാപരിക്കട്ടെ. മാനസികമായി തകർന്നിരിക്കുന്നവരുടെ മേൽ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ബലഹീനനെ ബലവാനാക്കി തീർക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം നിറയ്ക്കണമേ. അവരാഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആമേൻ അവരുടെ
അവരുടെ സകല വിഷയങ്ങളുമേലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അവരുടെ നന്മകളെയും വാഗ്ദത്തങ്ങളെയും തടയുന്ന എല്ലാ ഇരുളിന്റെ ശക്തികളെയും അന്ധകാരത്തിന്റെ പോരുകളെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിച്ച് അതിന്മേൽ ജയമെടുക്കുകയാണ്. ഈ ജനത്തെ അവിടുത്തെ രക്തം കൊണ്ട് ഞാൻ മുദ്ര ചെയ്യുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇതുപോലെ ആമേൻ അഗപ്പെ ചർച്ചിന്റെ ഈ ക്ലാസ്സിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ലാലിച്ചാനെ ദൈവം പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണം, പുതിയ കൃപകളാൽ നിറയ്ക്കണം. ആളുമാറിയവനെ പോലെ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കുള്ള പുത്തൻ പുതപ്പേറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ ഞങ്ങളുടെ ദാസനെ ദൈവം ബലപ്പെടുത്തിക്കാട്ടെ. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കേട്ട് ഉത്തരമരുളുന്ന കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം യാചിക്കുന്നത് കൃപയുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹത്തോടെ നല്ലൊരു ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഇന്ന് രാത്രിയിലും സഹായിച്ചതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ പ്രവർത്തനങ്ങളെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പാസ്റ്റർ ജെയിംസ് ജോണിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് തന്നെ ഉപയോഗിപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കഴിഞ്ഞ മുമ്പത്തെ മാസം തന്റെ മകളുടെ വിവാഹം നടത്തുവാനിടയായി തീർന്നു. ദൈവം ആ കുടുംബത്തെ സഹായിക്കേണ്ടതിന് കർത്താവ് തന്റെ തലമുറയൊക്കെ ദൈവം മാനിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ പ്രവർത്തനങ്ങളെ ദൈവം സഹായിക്കട്ടെ. തന്റെ മ്യൂസിക് മിനിസ്ട്രിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദൈവവചനം ആത്മാർത്ഥതയോടെ പങ്കുവയ്ക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അധരങ്ങൾ തുറന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹമാണ്. തന്റെ കൂടെ കേട്ട ദൈവജനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, കർത്താവിന്റെ വചനം കേൾപ്പാൻ ഒക്കെ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിവിധ ഡിവൈസിൽ നിന്ന് വിവിധ ദേശത്തിരുന്നു കൊണ്ട് കർത്താവെ വിവിധ ടൈം സോണിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി നമ്മോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ദൈവവചനം അവർക്കൊരു അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായി സമാധാനമില്ലാതെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോടെ ആയിരിക്കുന്നുവെങ്കിൽ ഒരു ദൈവ വിടുതലുണ്ടാകുവാൻ ദൈവവിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ, സാക്ഷി പറഞ്ഞ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ആവശ്യപ്പെട്ട പ്രിയപ്പെട്ടവരെ എല്ലാ തിരുക്കരകളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം. കർത്താവെ, ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കണമേ. കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. രാത്രിയിൽ നല്ല കർത്താവെ ഒരു വിടുതൽ അനുഭവിപ്പാൻ ദൈവവിടയാക്കണം. പ്രത്യേക നാളെ നടക്കുന്ന ആരാധനയ്ക്കായി പ്രാർത്ഥിക്കുന്നു പല പ്രിയപ്പെട്ടവരും ശുശ്രൂഷയിലുള്ളവരാണല്ലോ. ദൈവം അവരെ എല്ലാം സഹായിക്കണം. കർത്താവ് സഭ നടത്തുന്നവർ, സഭ നേതൃത്വം കൊടുക്കുന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കണം. നേതൃത്വം കൊടുക്കുന്നവരെ, പഠിപ്പിക്കുന്നവരെ, മറ്റ് സഹായം ചെയ്യുന്നവരെ, സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാം ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. സകലമാനവും മഹത്വം കെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് ദൈവം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇത് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ അവധിയാണല്ലോ, തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.